ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ടി എം കുരിശി അവர்களுക്കായി സ്തോത്രം. കഴിഞ്ഞ പകലിലെയും ഈ രാത്രിയിലത്തെയും ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മതിയായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിനു പൗലോസ് അവர்களுക്കായി സ്തോത്രം ചെയ്യുന്നു. സഹസിലായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാർ, വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഈ രാത്രിയിൽ അറിയിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രി കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് ഒരുമിച്ച് നോക്കുവാൻ, ആ സഹായമെന്ന പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിന് മഹത്വം പറയുന്നു. കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ പകലും ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ഈ രാത്രിയിലും, ഈ രണ്ടാമത്തെ രാത്രിയിലും കർത്താവ് നമ്മോട് ഹൃദ്യമായി ഇടപെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ പകലിലെയും ഈ രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യയെ കടന്നു വന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിനു പൗലോസ് അവர்களுക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ ദീർഘസമയമെടുത്ത് ഇവിടെ ശുശ്രൂഷിപ്പാനിടയായി. ഏകദേശം 2:45 കൂടിയാണ് കർത്തദാസൻ ഈ ഹാളിൽ നിന്ന് പോയത് തന്നെ. ആ നിലവാരത്തിൽ കർത്താവിൻ്റെ ദാസനെ കഴിഞ്ഞ പകൽ ഉപയോഗിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ തുറന്നുള്ള സമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുറന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു പൗലോസ് അവരുകളെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവജനം ശ്രവിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രി നമുക്ക് പിന്നെ ഒരുമിച്ചായിരിക്കാൻ വലിയവനാ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠ ദൈവദാസന്മാരെ, മറ്റ് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ദൈവസഭയോട് ചേർന്ന് ഒരിക്കൽ കൂടി കർത്താവിനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരായ കോശി പാസ്റ്റർ, ജോബിൻ പാസ്റ്റർ, വേദിയിലായിരിക്കുന്ന മറ്റ് അഭിഷിക്തന്മാർ, എല്ലാ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ രാത്രി വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഈ രാത്രി ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഇന്ന് രാത്രി ചിന്തയ്ക്കായി വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഈ രാത്രി ചിന്തയ്ക്കായി വായിക്കാം. എന്നാൽ മിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. അടുത്തത്, ഗിദെയോന്റെ കാലത്ത് ദേശത്ത് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല രാത്രിക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. ഉപവാസ പ്രാർത്ഥനയുടെ 2-ാമത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ വലിയവനാ ദൈവം ഒരുക്കിയ നല്ല സമയത്തിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ശ്രേഷ്ഠദാസന്മാരെ, കടന്നു വന്ന ദൈവജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ, വചനത്തിൻ്റെ വാതിൽ തുറക്കണമേ. പ്രയോജനമുള്ളതൊന്നും മറഞ്ഞു പോകരുത്. വ്യക്തവും കൃത്യമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഞങ്ങളെ നിറയ്ക്കണം. ഈ പ്രാർത്ഥന കഴിയുന്ന സമയം വരെ ഈ ദൈവസഭയോട് കടന്നു വന്ന പ്രിയപ്പെട്ടവരോട്, ശുശ്രൂഷാ തലങ്ങളോട് വാതുകെട്ടുന്ന അന്ധകാര ശക്തിയെ ഇപ്പോൾ ദൂതനെ അയച്ച് ബന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ വാതിൽ തുറക്കണമേ. ദൈവശബ്ദമേ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂതുകളെ, ആലോചനകളെ, അരളിപ്പാടുകളെ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ സംഭവിക്കട്ടെ. രോഗസൗഖ്യമുണ്ടാകട്ടെ. ഈ രാത്രി വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ. റബനകത്തുരാജം പവടി വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. കർത്താവെ, ജനത്തെ ഇതിനായി ഒരുക്കണം, ഏകാഗ്രതയോടെ ഇരുത്തണം. ദൈവകൃപ നൽകും. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിൻ്റെ പുസ്തകം വരെയുള്ള 12 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. അതിൽ ന്യായാധിപന്മാരുടെ പുസ്തകം ദൈവത്തെ നീയോടെ സ്തുതിക്കുന്ന സ്തോത്രം വളരെ ആഴമേറിയ ഒരു പുസ്തകമാണ്. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം 350 വർഷത്തെ കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം. ന്യായാധിപന്മാരെ നിയമിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. അതിന് തെളിവ് ന്യായാധിപന്മാരുടെ പുസ്തകം 2:16 വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം 2:16. അപ്പൊ യഹോവയാണ് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചത്. നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്, ഇരുത്തുന്നത് പിശാച. ഹല്ലേലൂയ. നമ്മളെ ഒതുക്കുന്നത് പിശാച, നമ്മളെ ജ്വലിപ്പിക്കുന്നത് കർത്താവാ.
കർത്താവ് ആഗ്രഹിക്കുന്ന എപ്പോഴും നമ്മൾ ജ്വലിക്കണമെന്ന. സാത്താൻ തോപ്പിക്കും, കർത്താവ് ജയം തരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞ സാത്താൻ നമ്മൾ എന്ത് ചെയ്യരുത്, തോപ്പിക്കരുത്. ദൈവത്തെ നിയമം നിന്നെ പ്രാർത്ഥനയെ തോപ്പിക്കാൻ, ആരാധനയെ തോപ്പിക്കാൻ, വചനധ്യാനത്തിൽ തോപ്പിക്കുക, ബന്ധങ്ങളിൽ തോപ്പിക്കാൻ, വിശ്വാസത്തിൽ തോപ്പിക്കുക, വിശുദ്ധിയിൽ നിന്ന് തോപ്പിക്കാൻ സാത്താൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം, ശക്തിപ്പെടണം. ഈ ഉപവാസവും പ്രാർത്ഥനയൊക്കെ വെച്ചിരിക്കുന്നത് ആത്മാവിൽ ശക്തിപ്പെടാനാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മകനെ, ക്രിസ്തുവേശുവിൻ്റെ കൃപയാൽ നീ ശക്തിപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനയൊക്കെ വെച്ചിരിക്കുന്നത് ആത്മാവിൽ നീ ബലമേറ്റെടുക്കാൻ, ആത്മാവിൽ ശക്തീകരിക്കാനാ. ദൈവത്തെ നീ കൊണ്ട് സ്തുതിക്കുന്ന സ്തോത്രം. അപ്പം ന്യായാധിപന്മാരെ നിയമിച്ചത് എന്തിനാണ്? സ്വർഗത്തിലെ ദൈവമാണ് ന്യായാധിപന്മാരെ നിയമിച്ചത്. എന്തിനാണ് നിയമിച്ചത്? താഴത്തേക്ക് വായിച്ചേ. കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കാനാ. ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തെ കവരുന്ന, നമ്മുടെ നന്മ കവരുന്ന, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കവരുന്ന, നമ്മുടെ ആത്മീയ മൂല്യതകളെ കവരുന്ന, നമ്മുടെ വെളിപ്പാടിനെ കവരുന്ന, നമ്മുടെ ശുശ്രൂഷകളെ കവരുന്ന അന്ധകാര ശക്തിയിൽ നിന്ന് വിടുവിക്കാനാണ് ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. അഭിഷേകമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ദൈവത്തിന് സ്തോത്രം. അഭിഷേകമുള്ള ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ കെട്ടഴിയും. അഭിഷേകമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം വരും. അഭിഷേകമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ പകർച്ച വെളിപ്പെടും. ഞാൻ പകൽക്കാലം പറഞ്ഞു, ഏത് സാന്നിധ്യമാണോ ഒരു ദൈവദാസന്റെ മേൽ വ്യാപരിക്കുന്നത്, ആ ആത്മാവിൻ്റെ പകർച്ച നിങ്ങളുടെ മേൽ വ്യാപരിപ്പാനിടയായി തീരും. അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ഇമ്പാക്ടേഷൻ, പകർച്ച നിങ്ങളുടെ മേൽ വ്യാപരിപ്പാനിടയായി തീരും. യേശുവിൻ്റെ നാമത്തെ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ തുടങ്ങി 8-ാം അധ്യായം മുതൽ 3 അധ്യായം കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ മനുഷ്യനാ ഗിദെയോൻ. ദൈവത്തിന് സ്തോത്രം. അധിക സമയമൊന്നും വേണ്ട. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവം നിന്നെ ഉയർത്തുവാനിടയായി തീരും. 3 അധ്യായം കൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായ വ്യക്തിയാ ഗിദെയോൻ. ദൈവത്തെ നീ കൊണ്ട് സ്തുതിക്കുന്നു. നമ്മൾ വായിച്ച ഭാഗം ഇതാണ്. അമ്മ ഗിദെയോന്റെ കാലത്ത് ഒന്ന് വായിച്ചിട്ട് 28 ഒരിക്കൽ കൂടി വായിച്ചേ. എന്നാൽ മിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോന്നു. അടുത്തത് ഗിദെയോന്റെ കാലത്ത് അഭിഷേകം. ഞാൻ പറഞ്ഞാൽ അഭിഷേകമുള്ളവന്റെ കാലത്ത് എന്ത് സംഭവിച്ചു? ദേശത്തിന് 40 വർഷം സ്വസ്ഥതയുണ്ടായിരുന്നു. അപ്പൊ അഭിഷേകമുള്ളവന്റെ കീഴിലാണ് നീ ഇരിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത വെളിപ്പെടുവാനിടയായി തീരും. നമ്മൾ ഇത് അറിയണമെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ. 6-ന്റെ 1 മുതൽ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ നിൽക്കട്ടെ. ദൈവത്തെ നീ ഇവിടെ ശ്രദ്ധിക്കുന്നു. നമ്മള് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോഴല്ല, അഭിഷിക്തന്മാരുടെ കാലത്ത് ഇവർ ദൈവകൃപയെ നിൽക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഈ ജനം തെറ്റിപ്പോയി വലിയ കഷ്ടതയിലാകുമ്പോൾ ഇവർ ദൈവത്തോട് നിലവിളിക്കും. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള ദൈവമാണ്. കർത്താവിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ ഞാൻ എപ്പോഴും പറയും, കർത്താവിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ യോനയുടെ പുസ്തകം വായിച്ചാൽ മതി. യോന പിന്മാറ്റക്കാരനായ പ്രാസംഗികനായിട്ടാണ് ഈ യോനയെക്കുറിച്ച് പലരും പ്രസംഗിക്കുന്നെങ്കിലും ദൈവത്തെ നീയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശരിക്കും പറഞ്ഞ ദൈവത്തെ നീയോട് അവൻ്റെ ഒറ്റ പ്രസംഗത്തിൽ ഒരു പട്ടണത്തെ മുഴുവൻ മാനസാന്തരത്തിൽ കൊന്നുവന്നവനായോ അവൻ ദൈവത്തെ നീയോട് സ്തുതിക്കുന്നു. ദൈവത്തെ നീയോട് സ്തുതിക്കുന്നു. ഈ യോനായുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യോനായുടെ ദൈവം പറഞ്ഞു നിനവേലേക്ക് പോകാൻ പറയും. ഇവൻ അങ്ങോട്ടാ പോയേ? ഇവൻ തർശീശിലേക്ക് പോയി. തർശീശിലേക്കുള്ള കപ്പലിൽ കയറി. ഈ ബൈബിളിൽ ഈ കപ്പൽ യാത്ര ചെയ്ത 2 പേരുള്ളൂ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പഴയ നിയമത്തിൽ യോനയാണെങ്കിൽ പുതിയ നിയമത്തിൽ പൗലോസാ. ദൈവത്തെ നീയോട് സ്തുതിക്കുന്നു. തർശീസിലേക്ക് പോകാൻ പറഞ്ഞവൻ നിനവിലേക്ക് പോകാൻ പറഞ്ഞവൻ തർശീസിലേക്ക് പോയി. തർശീസിലേക്കുള്ള കപ്പലിൽ കയറി. ഞാൻ വിഷയം വിട്ടുപോകല്ല. അവനെ ദൈവത്തിന് സ്തോത്രം കപ്പലിൽ നിന്ന് കടലിലെടുത്തിട്ടു. ഒരു മത്സ്യം അവനെ വിഴുങ്ങാൻ വേണ്ടി കൽപ്പിച്ചാക്കി. മത്സ്യം ഇവനെ നിനവയെ കൊണ്ട് ഛർദ്ദിപ്പിച്ചു. ദൈവത്തെ നീയോട് സ്തുതിക്കുന്നു. അങ്ങനെ ഛർദ്ദിച്ച് ഇവൻ നിനവയോട് പ്രസംഗിച്ചു. എന്താ? 40 ദിവസത്തിന് നിനവെ പട്ടണം ഉന്മൂലനം ചെയ്യും ദൈവം. കാരണം നിങ്ങളുടെ അകൃത്യം ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. നിനവയിലുള്ളവർ എന്ത് ചെയ്തു? കുഞ്ഞുകുട്ടി മുതൽ മൃഗങ്ങൾ മുതൽ സകലരും 3 ദിവസം വെള്ളം കുടിക്കാതെ ഉപവസിച്ചവർ ആ ഉപവാസത്തിൽ അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ യോന ദൈവത്തോട് കോപിച്ചു. ദൈവത്തെ നീയോട് സ്തുതിക്കുന്നു. യോന ദൈവത്തോട് പറഞ്ഞു അല്ലേലും നിന്റെ സ്വഭാവം എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ആരോടാ? ദൈവത്തോട് പറയുക. അതെന്തിനാ ഇവൻ കോപിച്ചത്? പറയാ, ഒരു പ്രവാചകൻ ഒരു ദൂത് പറഞ്ഞ് നിവർത്തിക്കുമ്പോൾ ആ പ്രവാചകന് വിലയുണ്ടാവുള്ളൂ. ഇവിടെ യോന പറഞ്ഞ ദൂത് നടന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പറയാം, നമ്മൾ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്ന ഒരു പ്രവാചകൻ ഒരു ദൂത് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പുള്ളീന് പിന്നെ നമ്മൾ ജീവിതത്തിൽ പിന്നെ ഓർക്കില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവദാസൻ ഒരു ദൂത് പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ ജീവിതത്തിൽ അദ്ദേഹത്തെ മറക്കൂല. സ്തോത്രം. മനസ്സിലായില്ല? ഒരു പ്രവാചകൻ ഒരു ദൂത് പറഞ്ഞ് നടന്ന
പിന്നെ പുള്ളി നമ്മൾ ഓർക്കുകയില്ല. പക്ഷേ ഒരു ദൂത് പറഞ്ഞിട്ട് നടക്കാത്ത ഉപദേശം ജീവിതകാലത്ത് മറക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യോന ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലേലും നിന്റെ സ്വഭാവം എനിക്കറിയാം. എന്താ? നീ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമാണ്. നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുമ്പോൾ അവൻ നിന്നെക്കുറിച്ചുള്ള അനർത്ഥത്തെക്കുറിച്ച് അവൻ അനുതപിക്കുന്ന ദൈവമെന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ റിബനകറ്റ് വരേണ്ട അനർത്ഥങ്ങൾ നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മുട്ടുമടക്കുകയും ചെയ്യുമ്പോൾ ആ അനർത്ഥങ്ങളെ മാറ്റി സ്വർഗത്തിലെ ദൈവം നിന്നെ വിടുവിക്കുമെന്നാണ് ദൂത് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. ഇവിടെ ഈ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തുന്ന കാലത്തല്ല ഇവർ ദൈവകൃപയിൽ നിൽക്കും. പിന്നെ ഈ ജനം തെറ്റിപ്പോയി കഴിയുമ്പോൾ ഇവർ കഷ്ടതയിലാവും. കഷ്ടതയിൽ ഇവർ യഹോവയോട് നിലവിളിക്കുമ്പോൾ യഹോവ ഇവർക്ക് ഓരോരോ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ 12 ന്യായാധിപനും ഒരു ന്യായാധിപതിയും ദൈവം നന്ദിയോടെ സ്തുതിക്കുന്നു. അവൻ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ട്. 12 ന്യായാധിപന്മാരുണ്ട്, ഒരു ന്യായാധിപതിയുണ്ട്. അത് ആരാ? അതേപോലെ ദൈവത്തിന് സ്തോത്രം. 15 ന്യായാധിപന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശൗമേലും ഏലിയും ന്യായാധിപന്മാരുടെ ഗണത്തിലാണ്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. എന്ന് പറഞ്ഞാൽ യോശുവയുടെ പുസ്തകം മുതൽ ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗല് രംഗത്ത് വരുന്നോടം വരെ ഇസ്രായേലിനെ നടത്തിയത് ന്യായാധിപന്മാരാണ്. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 2:11 വായിച്ചേ. 2:11 മുതൽ ഒന്ന് വായിച്ചേ. യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ, യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദൈവം നിങ്ങളെ വിട്ട് അകന്നു പോകും. വായിച്ചോ. ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപമാണ് വിഗ്രഹ സേവ. ദൈവം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വിഗ്രഹമില്ലെന്ന് പറഞ്ഞാലോ ദൈവത്തെക്കാളുപരി നീ എന്തിനെ സ്നേഹിക്കുന്നത്? വിഗ്രഹ സേവയാ. സ്തോത്രം. ദൈവത്തെക്കാളുപരി ഏതിനെയാണോ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്? വിഗ്രഹ സേവയാ. ദൈവത്തെക്കാളുപരി മക്കളെ സ്നേഹിക്കരുത്, ദൈവത്തെക്കാളുപരി ഭാര്യയെ സ്നേഹിക്കരുത്, ദൈവത്തെക്കാളുപരി ഭർത്താവിനെ സ്നേഹിക്കരുത്. ജീവിതത്തിൽ 1ാം സ്ഥാനത്ത് ദൈവം നിന്ന മറ്റുള്ളവരെല്ലാം സ്നേഹിക്കാനുള്ള ദൈവകൃപ ദൈവം തരുവാനിടയായി തീരും. സ്തോത്രം. ഭാര്യയെ സ്നേഹിപ്പാൻ, ഭർത്താവിനെ സ്നേഹിപ്പാൻ, മക്കളെ കരുതുവാനുള്ള ദൈവകൃപ ദൈവം തരുമെന്ന് ദൈവത്തെ നീയോടെ സ്തുതിക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ദൈവത്തെക്കാളുപരി നീ എന്തിനെ സ്നേഹിക്കുന്നോ അതിനെങ്ങോട്ട് ദൈവം പോകും. സ്തോത്രം. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ഇസ്രായേൽ മക്കൾ പിന്നെ യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. അവർ ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. വായിച്ചേ. തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ദൈവത്തെ, തങ്ങളുടെ ദൈവമായ യഹോവയെ അവർ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ ചെന്ന് എന്ത് ചെയ്തു? നമസ്കരിച്ചു. അവിടെ ഞാനൊരു ദൂത് പറയാം. നമ്മുടെ ദൈവമക്കളെ കുറിച്ച് കർത്താവ് പറയുന്നത്, ഈ പണ്ട് ബിലയാം ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ പോയി. അവൻ മലയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് പറഞ്ഞു, അവൻ ശപിക്കാൻ തുടങ്ങിയത്. പക്ഷെ കർത്താവ് നാവിൽ കയറി പിടിച്ചു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം പറ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ദൈവമക്കളെ, ദൈവത്തെ നീയോ നമ്മൾ ഈ വക്രതയും കോട്ടയും നിറഞ്ഞ തലമുറയിൽ അവൻ ദൈവത്തെ നീ ഒരു വെറൈറ്റി ആയി നിന്ന ദൈവം നിന്നെ നടത്തും. ദൈവത്തെ നീ എല്ലാവരുമായിട്ട് ഇണയില്ല പിണ കൂടരുത്, എല്ലാവരുമായിട്ട് കൈ കൊടുക്കരുത്. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഹായ് ബൈ പറഞ്ഞ് പൊക്കോളാം. അല്ലാത്ത ബന്ധങ്ങളൊക്കെ നിനക്ക് കെണിയാകുമെന്ന് ദൈവം ദൂത് പറയുന്നേ. യേശുവിന്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. ഇസ്രായേൽ മക്കൾ പിന്നെ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അവരെന്ത് ചെയ്തു? അന്യ ദൈവങ്ങളെ ചെന്ന് സേവിച്ച് യഹോവയെ കോപിപ്പിച്ചു. അടുത്തത് അവരെ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെ അസ്തോരത്ത് പ്രതിഷ്ഠകളെ സേവിച്ചു. അടുത്തത് യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. എന്ന് പറഞ്ഞ അത്ത് ദൈവത്തെ ആരാധിക്കാൻ ഇപ്പൊ ഈ ആരാധനയ്ക്കൊക്കെ പോകുമ്പോൾ 9:30 ആരാധനയെങ്കിൽ ചില പിള്ളേരെയൊക്കെ രാവിലെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുന്നത് തന്നെ പാടാ. വലിയ ആരാധനയ്ക്ക് വീട്ടിൽ മടിയാ. ദൈവത്തിന് എന്താ? അകത്ത് ദൈവകൃപയില്ലാത്തത് കൊണ്ടാ ദൈവത്തിന്. പക്ഷെ ദൈവത്തെ സേവിക്കാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ അവൻ ദൈവവും നിന്നെ വഴി നടത്തും. ഞാൻ ഈ അടുത്തിടയ്ക്ക് ബാംഗ്ലൂർ ഈ IPCയുടെ ഒരു മീറ്റിങ്ങിന് കടന്നുപോയി, കെണ്ണൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ. അപ്പം ഞാനൊരു ദൈവദാസൻ്റെ വീട്ടിൽ താമസിക്കുക. ആ ദൈവദാസൻ്റെ ഇടയ്ക്ക് സീനിയറായ ഒരു ദൈവദാസൻ വന്ന് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നാ. എന്നെ കാണാൻ വന്നതല്ല. ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അകത്ത് മുറിയിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചതൊരു മര്യാദയല്ലല്ലോ. ഞാനും ഇറങ്ങി പുറത്തേക്ക് വന്നു. ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു വലിയ മർമ്മം എനിക്ക് പിടുത്തം കിട്ടി. ഇവർ പറയുക, താമസിച്ച് ദൈവത്തെ ആരാധനയ്ക്ക് വരുന്നവരുടെ എല്ലാ കാര്യവും താമസ. 9:30 ആരാധനയെങ്കിൽ 10:10 നിന്റെ വഴി തുറക്കുന്ന താമസമായിരിക്കും. അവൻ ദൈവത്തെ വീട് വയ്ക്കുന്ന താമസമായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് വഴി തുറക്കുന്ന താമസമായിരിക്കും. ദൈവത്തിന് കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്ന താമസ. അവൻ്റെ വസ്തു മേടിക്കുന്ന താമസ, പെരമണിയുന്ന താമസ. കാരണം നീ താമസ നിന്റെ എല്ലാ കാര്യവും ലേറ്റ് ആയിരിക്കും. സ്തോത്രം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഉദാസീനതയാണ് നിങ്ങളുടെ കാര്യം, ഉദാസീനതയാ. നീ ദൈവത്തെ ആരാധിക്കാൻ ശുഷ്കാന്തി ഉണ്ടെങ്കിൽ നിന്റെ എല്ലാ കാര്യങ്ങളും ഒരു ദൈവകൃപയുടെ കരമിറങ്ങി ചലിക്കും. യേശുവിനെ നന്ദി. ആ സത്യത്തിൽ ഞാനും മാനസാന്തരപ്പെട്ട ദിവസം എന്നാ. കാരണം ഞാൻ 9:30 ആരാധനയ്ക്ക് 9:40 ചെല്ലുള്ളൂ. അന്ന് മുതൽ 9:25 ഞാൻ ചെല്ലാൻ തുടങ്ങി. ഒരു സ്തോത്രം പറഞ്ഞേ. ഞങ്ങൾ ഓത്രം പറയുന്നില്ല. ദൈവത്തെ നീയോട് നമ്മൾ നേരത്തെ ആണെങ്കിൽ കർത്താവിനെ ആരാധിക്കാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അപ്പൊ ഇസ്രായേൽ ജനം യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. ദൈവം എന്ത് ചെയ്തു? അവരെ കവർ ചെയ്യേണ്ടതിന്
അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇവരുടെ നന്മ മോഷ്ടിക്കാൻ വേണ്ടി കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ശ്രദ്ധിക്കുക, നിങ്ങള് ഇവിടെ ഈ തിരുവനന്തപുരത്ത് ലുലുമാളില്ലേ, നിങ്ങൾ ലുലുമാളിൽ പോകുക. ലുലുമാളിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വലിയൊരു കവറുണ്ട്. ഈ കവറുമായിട്ട് അവർ അകത്തേക്ക് കയറ്റിവിടിയില്ല. അവർ പറയും എന്ത് ചെയ്യും, ഈ സെക്യൂരിറ്റി പറയും അവിടെ കൗണ്ടറുണ്ട്, അവിടെ കൊണ്ട് എന്ത് ചെയ്യണം, പറ, ഏൽപ്പിക്കണം. ദൈവത്തെ നീ അവിടെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കവർ എടുത്തുകൊണ്ട് പോകാം. അതാ ഏൽപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ, അല്പം നാളത്തേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുത്താ, അല്പം നാളത്തേക്ക് നീ ചില ദുഃഖങ്ങളിലൂടെ പോയാ, അല്പം നാളുകൾ ചില വേദനയിലൂടെ കടന്നു പോയാ, രമനക്ക് ദൈവം നിന്നെ കൈവിട്ടെന്നല്ല അതർത്ഥം. അതിന് നടുവിലൊരു ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൂത് മനസ്സിലായില്ല. ദൈവത്തെ നീ അവിടെ സ്തുതിക്കുന്നു. അല്പം നാളുകൾ ചില കഷ്ടങ്ങൾ, അല്പം നാളുകൾ ചില വേദനകൾ, അല്പം നാളുകൾ ചില സങ്കടങ്ങളിലൂടെ കടന്നുപോയാ, നിന്റെ കുടുംബം കടന്നുപോയാ, അതിന്റെ അർത്ഥം ദൈവം കൈവിട്ടെന്നല്ല. രമനകത്തുരാജൻ അവിടെ ദൈവാത്മാവിനോട് പറയുന്നു, റമന മടക്കിയെടുത്ത് ഉടബലരമന രമനകത്തുരി ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് പഠനത്തിലേക്ക് ശക്തമായി പ്രയോജനപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. ഉടബലരമന രമനരസിയാന ഭവനിരാജ രമനകത്തുരി എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ദൈവദാസനെ എല്ലാ നാളും കഷ്ടമില്ല. ദൈവത്തിന്റെ ആത്മാ പറയുക, അല്പനാളുകൾ ചില കഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിനെ മറികടന്ന് കയറുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ 46-ാം സങ്കീർത്തനം 1, ദൈവം നിന്റെ സങ്കേതമാ, ബലമാ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത് തുണയായി എൻ്റെ കരം കൂടെയുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുക. കർത്താവ് പറയുന്നു, ഈ മാർത്തയും മറിയും പ്രതീക്ഷിച്ച സമയത്ത് യേശു അവരുടെ ഭവനത്തിൽ വന്നില്ല. എന്നാൽ 4-ാമത്തെ ദിവസം യേശു വന്ന് ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് സൗഖ്യം അയച്ച്, ജീവൻ അയച്ച്, വിടുതൽ വെളിപ്പെട്ടതുപോലെ നിന്റെ കൂടാരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. രാജരമന രമനകത്ത് രാജം പവിടെ ഒരു ഭാഗത്ത് നന്മ ലഭിക്കുന്നു, വേറെ ഒരു ഭാഗത്ത് അത് ഒഴുകിപ്പോകുന്ന അവസ്ഥയെങ്കിലും ആ അവസ്ഥയ്ക്ക് ദൈവം ഭേദം വരുത്തി എൻ്റെ സൗഖ്യത്തിന്റെ കരോ നിന്റെ ഭവനത്തെ ഞാൻ വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇന്ന് രാത്രി ഈ ദൂത് പറയുമ്പോൾ അനർത്ഥ ദൂതൻ നിന്റെ ഭവനത്തിൽ വന്നതാ, യഹോവയുടെ ദൂതനാ ഭവനത്തിൽ ഇറങ്ങി അനർത്ഥ ദൂതനെ വെട്ടിയതെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഉടബലരമന റീബനകട്ടോ റീഖവിനി രമനകത്തു രാജം ഭവടി എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, എന്ന ദേവാലയത്തിൽ വന്ന് കരഞ്ഞത് തലമുറയെ കുറിച്ചുള്ള വേദന നിമിത്തമാ. എന്നാൽ ഒരാണ്ട് കഴിയുന്നതിന് മുമ്പ് ദൈവകരം ചലിച്ച് കണ്ണുനീര് തുടച്ച് അവരുടെ ജീവിതത്തിൽ ആനന്ദം പകർന്ന പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം നിന്റെ ഭവനത്തെ ഓർക്കും. ഉടബലരമന രമനകത്തു രാജം ഭവടി പെരുവെള്ളം തലയ്ക്ക് മീതെ കവിഞ്ഞാലോ അതിൽ നിന്ന് വിടിവിക്കുന്ന ദൈവകരം കൂടെയുണ്ടെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമല്ലും. ദൈവത്തിന്റെ ആത്മാവ് പറയുക, വിളിച്ചിരിക്കുന്ന വിളിക്കതക്കവണ്ണം പുറത്തു വരാൻ കഴിയാതെ ശത്രു ഇന്നലകൾ ഉടബലകളുടെ ബൗണ്ടറി ഇട്ട് ഒതുക്കിയെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, നിന്നെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഒരു വിളി നിന്റെ പേരിലുണ്ട്, ഒരു തെരഞ്ഞെടുപ്പുണ്ട്. പലപ്പോഴും ദൈവാത്മാവ് പറയുക, രാജരമന പല ടെൻഷനുകളും പ്രതികൂലങ്ങളും കടന്നു വന്ന് ശത്രു ഒതുക്കിയ സ്ഥാനത്തൊക്കെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചത് എന്റെ കൃപയുടെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മല പോലെ വന്ന ചില പ്രതിസന്ധികൾ മഞ്ഞ് പോലെ ദൈവം ഒരുക്കി. രാജാക്കന്മാരുടെ ഹൃദയം എന്റെ കയ്യിലായിരിക്കുന്നത്. നിനക്ക് വേണ്ടി ചിലരെ ഉള്ളത്തോട് ഇടപെട്ട് അടകരമന രമനകത്രി ഞാൻ നിന്നെ പിന്നിൽ വിടിവിച്ച ദൈവമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. രാജാരമന റമ്പൽ പൗടി റീബനകത്തൊരു റിക്കവിനീബ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, പണ്ടുള്ളത് ഓർക്കണ്ട, മുമ്പുള്ളവയെ കുറിച്ച് ഭാരപ്പെടണ്ട, ദൈവം പുതിയതൊന്ന് ചെയ്യുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഒരു വിടുതൽ നിന്റെ ഭവനത്തിൽ വെളിപ്പെടും. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോ നിന്റെ വീടിന്റെ അകത്ത് ദൂതന്റെ സാന്നിധ്യമുണ്ട്. അടകരമന റിബനകത്ത് ദൂതനിറങ്ങിയ ഭവനമാ. മറത്തുനി കമ്മന ബലബല റിബനരസിയാന ഭവനിരാജ അടകരമന റിബനകത്തുരെ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കും. ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. പലവട്ടം വണ്ടി ആക്സിഡന്റ് പെടുത്താൻ ദുഷ്ടൻ നോക്കിയതാ, അവിടെയൊക്കെ തട്ടി മാറ്റി പിടിപ്പിച്ചത് യഹോവയുടെ കൃപയുടെ കരമെന്ന് ദൈവാത്മാവ് ഇടപെടുക. 91-ാം സങ്കീർത്തനം 14, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. എൻ്റെ നാമത്തോട് പറ്റിയിരുന്ന് എൻ്റെ നാമത്തെ ഉയർത്തിയ ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഉടബലരമന റിബനകത്വരാജം പവടി ഞാൻ ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ ഈ 2026 യഹോവയുടെ മഹത്വം കാണുന്ന വർഷമെന്ന് ദൈവാത്മാവ് ഇടപെടുക. ഉടബല ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവാത്മാവ് പറയുക, 2026 റീബാനകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അമ്മ ചില ദുഃഖങ്ങളും കടന്നു വരും, എങ്കിൽ അതിനെ മറികടന്നു പോകുന്ന ദൈവകൃപ ദൈവം പകരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അടകരമന റിബനകത്വരാജം പവടി പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് പറയുന്നു, രാജാരമന റമ്പൽ പവടി അടകര ചില കെട്ടുപണികളും അതിന്റെ ദൈവപ്രവൃത്തികളും യഹോവയുടെ കരമിറങ്ങി ചെയ്യുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുക. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരും. പ്രാർത്ഥിച്ചോ. ഉടബല യഹോവയുടെ കരം കൂടെയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്
ദൈവാത്മാവ് പറയുക, പാർക്കാൻ തക്ക പട്ടണം ഭവനത്തിൽ ഉടമല പാർപ്പിച്ച് അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരം ഈ രാത്രി കൂടെയുണ്ട്. സാമ്പത്തിക തലങ്ങൾ ഒരു കെട്ടുപൊട്ടി ഉടമല ഒരു വിടുതൽ രാത്രി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി സാമ്പത്തിക തലത്തിൽ ചില ഉറവുകൾ ദൈവം തുറക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അടകരമെന്ന നിബന്ധന ഭവനെ നമുക്ക് പകല് സമയമുണ്ട്, രാത്രി സമയം കുറവാ. എങ്കിലും ലഭിച്ചിരിക്കുന്ന സമയത്തിനനുസരിച്ച് വേഗത്തിൽ മുന്നോട്ട് വരാം. ശ്രദ്ധിച്ചോ, ദൈവത്തിന് നിയമോടെ സ്തുതിക്കുന്നു. അപ്പേ ഈ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ഇതാണ്. എന്താ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ലുലുമാളി കയറി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് കവർ എടുത്തുകൊണ്ട് പോരാ. പക്ഷെ അടുത്ത വചനം പറയുക എന്താ, ദൈവത്തെ നീ അവിടെ വിറ്റ് കളഞ്ഞു. രണ്ടാമത്തെ എന്ത്, അവരെ കവർച്ചക്കാരെ ഏൽപ്പിച്ചു. അടുത്ത് പറയുക ചുറ്റുമുള്ള ശത്രുക്കൾക്ക് എന്ത് ചെയ്യുക, അവരെ വിറ്റ് കളഞ്ഞു. വിറ്റ് കളഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ഇന്നോവ കാറുണ്ടായിരുന്നു. ഞാൻ ആ കാറ് വേറൊരാൾക്ക് കൊടുത്തു. എൻ്റെ കാറ് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു. ഞാൻ ആ കൊടുത്ത കാറ് ഞാൻ ഈ എൻ്റെ വീട് എറണാകുളത്താണ്. അപ്പം ഞാൻ ഈ പോകുന്ന വഴിക്ക് കൊട്ടാരക്കര വന്നപ്പോൾ ഈ കാർ ഇടിച്ച് കിടക്കുക. ഈ കാർ ഇടിച്ച് തകർന്ന് കിടക്കുക ഇന്നോവ കാറ്. ഞാൻ എൻ്റെ മാരുതി കാറുമായിട്ട് വന്നപ്പോൾ ഈ കാർ ഇടിച്ച് കിടക്കുക. നീ എന്ത് ചെയ്യുക, ഞാൻ നേരം തന്നെ വണ്ടിയൊക്കെ മാറ്റിയിട്ടിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണല്ലോ. ഞാൻ നിപ്പോൺ ടൊയോട്ടയിലേക്ക് വിളിച്ചിട്ട് പറയുക, അവിടുത്തെ അല്ലെങ്കിൽ ചാർജ്മാനെ പവർമാനെ വിളിച്ചിട്ട് പറയുക, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ പഴയ വണ്ടിയാണ്. ആ വണ്ടി പിടിച്ച് കിടക്കുക. നിങ്ങൾ ആ ക്രെയിനുമായിട്ട് വന്ന് അല്ലെങ്കിൽ ഈ വണ്ടി പൊക്കിക്കൊണ്ട് പോകുന്ന ആ വാഹനമായിട്ട് വന്ന് ഈ വണ്ടി നിങ്ങളുടെ ഷോറൂമിൽ കൊണ്ടുപോയി ശരിയാക്കണം. അതിന് എത്ര രൂപ മുടക്ക് വന്നാലും ഞാൻ ചെയ്തോളാം എന്ന് പറയുമോ? ഇല്ല. കാരണം എന്താ, ഇത് ഞാൻ വിറ്റ് കളഞ്ഞ RC ഓണറുമാണ്. ദൈവം നന്ദിയോടെ സ്തുതിക്കുന്നു. പഴയ നിയമത്തിൽ വിറ്റ് കളഞ്ഞതിനെ പുതിയ നിയമത്തിൽ വീണ്ടെടുക്കാനാ യേശു വീണ്ടെടുപ്പ് വില കൊടുത്തത്. റബനകത്തൊരു പഴയ നിയമത്തിൽ വിറ്റതിനെ റബനകത്തു രാജൻ പവിടി റബനകത്തൊരു ഒരു യോഗ്യതയില്ല. ശത്രുവിന്റെ കയറത്തിൽ നിന്ന് റബന നിന്നെ വില കൊടുത്തവൻ മേടിച്ചതാ. റീബാനെ നിന്നെ വില കൊടുത്തവൻ മേടിച്ചതാ. അവൻ കൊടുത്ത വില യേശു അവന്റെ രക്തം കൊടുത്ത് നിന്നെ വിലക്ക് മേടിച്ചതാ. ഇന്ന് രാത്രി അവന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഉടബല പവിടി റബന അവന്റെ രക്തം രോഗമുഖങ്ങളെ അഴിക്കും. അവന്റെ രക്തം പൈശാചിക ബന്ധനങ്ങളെ തകർക്കും. അവന്റെ രക്തം നിന്റെ മേൽ ജീവൻ പകരുന്ന രക്തമാ. അവന്റെ രക്തത്താൽ നിന്നെ കഴുകി വിശുദ്ധീകരിക്കുന്ന രക്തമാ. അപ്പൊ ഇവരെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് രണ്ട് വിറ്റ് കളഞ്ഞു. അപ്പൊ ആ സമയത്ത് ന്യായാധിപന്മാർ എഴുന്നേൽക്കും. ഒരു ദൈവകൃപയിലേക്ക് മടങ്ങി വരും. അതുകൊണ്ടാണ് പറയുന്നത്, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും എന്ത് ചെയ്യരുത്, മറക്കരുത്. യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. സ്വതന്ത്രം ഒരു ഞായറാഴ്ച വന്നാൽ പിന്നെ 3 ഞായറാഴ്ച വരാതിരിക്കരുത്. ആരാധനയെ കൃത്യമായിട്ട് ദൈവത്തെ സേവിച്ച ദൈവം നിന്നെ ഓർക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ഇവ തന്നെയോടെ സ്തുതിക്കുന്നു. മടങ്ങി വരാ. ഇനി നമ്മൾ വായിച്ചേ എൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ വായിച്ചേ. ഏഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഓരോ ന്യായാധിപന്മാര് മരിച്ചു കഴിയുമ്പോൾ പിന്നെ ഇവര് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഈ ജനം തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്ന് പറഞ്ഞ്. ഇവര് അതരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നെങ്കിലും ഹൃദയം എന്നെ വിട്ടു ദൂരെ അങ്ങനെ ഇരിക്കുക. മക്കളെ, അതരം കൊണ്ട് ഹൃദയം കൊണ്ട് അതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. വായിച്ചേ. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചിലതൊക്കെ പെന്തക്കോസ്തി വന്ന് ദൈവത്തെ നീ ഉയരാതെ ജീവിതത്തിൽ ഒരു മാറ്റം വരാതെ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെ വിറ്റുപോയതാ. ദൈവത്തെ നീയോടെ മക്കളെ, വിശുദ്ധിയോടെ ദൈവത്തെ സേവിക്കണം. വിശ്വസ്തയോടെ കർത്താവിനെ ആരാധിക്കണം. ഒരു ചെറിയ ജീവിതമേ ഉള്ളൂ. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കണം. ഞാൻ എപ്പോഴും എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, ദൈവം നിന്നെ ഉയർത്താൻ ഒരു തട്ടിപ്പും വെട്ടിപ്പും നീ ചെയ്യണ്ട. വിശ്വസ്തയോടുകൂടി നിന്നോ. ഉലകത്തിൽ ആര് നിന്നെ ഉയർത്തിയില്ല, സ്വർഗത്തിൽ ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വേഗത്തിൽ അങ്ങോട്ട് വരാം. വായിച്ചേ. ഇസ്രായേൽ മക്കൾ പിന്നെ യഹോവയ്ക്ക് എന്ത് ചെയ്യുക, അനിഷ്ടമായത് ചെയ്തു. ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ ദൈവം ദുഃഖിക്കുക. ഇസ്രായേൽ മക്കൾ പിന്നെ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അടുത്തത്, യഹോവയെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ എന്ത് ചെയ്തു, ഏൽപ്പിച്ചു കൊടുത്തു. 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആരാ മിദ്യാൻ? അബ്രാഹാമിന് കെതൂറയിലുണ്ടായ മകനാ മിദ്യാൻ. ആ മിദ്യാനല്ല ഈ മിദ്യാൻ ഇപ്പൊ നമ്മൾ ഇവിടെ വ്യാഖ്യാനിക്കുമ്പോ പിശാചിനോടാ വ്യാഖ്യാനിക്കുന്നേ. ദൈവത്തിന് സ്വന്തം ശത്രുവിന്റെ കയ്യിൽ പോയെന്ന് ദൂത് മനസ്സിലായോ? ദൈവകൃപ വിട്ടുപോയാൽ ശത്രുവിന്റെ കയ്യിൽ പോകും. ശത്രുവിന്റെ കരത്തിൽ പോയാൽ പരസ്യകോലമാക്കും. ഒരു സ്വത്രം പറഞ്ഞേ.
നിങ്ങൾ ഓത്രം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. പലതൊക്കെ ദൈവകൃപ വിട്ടു പോകുക. ദൈവകൃപ വിട്ട് അന്യപ്പോട്ട് പോയാൽ സാത്താൻ്റെ കയ്യിൽ പോകും. ദൈവത്തിന് സ്തോത്രം. പല കുഞ്ഞുങ്ങളും ഹൃദയകത്ത് പണ്ട് പിതാക്കന്മാരൊക്കെ ദൈവത്തെ ആരാധിച്ച ഒരു പ്രമാണമുണ്ട്. അന്ന് നിന്നവരെല്ലാം ദൈവകൃപയിൽ നിന്നവരാ. അവരുടെ തലമുറകളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് 3-4 തലമുറ കഴിഞ്ഞപ്പോൾ തലമുറ തലതിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ദൈവകൃപയ്ക്ക് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് സ്തോത്രം. നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. ഈ തിമോഥെയോസിന്റെ അമ്മയും വല്യമ്മയും കൊച്ചുമകനും ദൈവകൃപയ്ക്ക് വേണ്ടി നിന്നാ. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, നിന്റെ വല്യമ്മ ലോയിസിലും അമ്മ യൂനിക്കയിലും ആ ദൈവകൃപ തന്നെ നിന്നിൽ ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യുക? ആത്മാവിൽ മനസ്സിലാക്കുക. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. എൻ്റെ 3-ാം തലമുറ വന്നപ്പോഴും ദൈവകൃപയാ. ചിലത് 3-4 തലമുറയൊക്കെ വരുമ്പോൾ പള്ളിയിൽ ആരാധനയ്ക്ക് പോലും വരികയില്ല. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ആരാധനയ്ക്ക് വരാൻ മടിയാ. എന്നാൽ ടൂർ പോകുന്ന കാര്യം പറഞ്ഞാലോ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഉള്ളുമാളി പോകാമെന്ന് പറഞ്ഞാലോ ബോട്ട് സവാരി നടത്താമെന്ന് പറഞ്ഞാലോ മുന്നിലുണ്ട്. ആരാധനയ്ക്ക് പോകാൻ താല്പര്യമില്ല. നമ്മൾ സ്തോത്രം പറയുന്നില്ല. കണ്ടൊരു ജാഥ ഒരു സ്ഥലത്തേക്കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ജാഥ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജാഥയുടെ പുറകിൽ മുമ്പിലൊരു കൂട്ടര്, രണ്ടാമത്തെ അടുത്ത ഗ്രൂപ്പ്, 3-ാമത്തെ ഗ്രൂപ്പ്, 4-ാമത്തെ ഗ്രൂപ്പ്. ഈ ജാഥയുടെ ഈ ഇടവഴിയിൽ നിന്ന് ഒരാൾ ഈ ബൈറോട്ടിൽ നിന്ന് ഒരാൾ മെയിൻ റോഡിലേക്ക് വന്ന് കയറിയപ്പോൾ ജാഥയുടെ ഈ 4-ാമത്തെ ഗ്രൂപ്പിന്റെ മുദ്രാവാക്യം ഇതാ: പാട്ടയെല്ലാം പൂട്ടയാക്കണം, പാട്ടയെല്ലാം പൂട്ടയാക്കണം. പുള്ളി ഇങ്ങനെ ഒരു മുദ്രാവാക്യം ജീവിതത്തിൽ കേട്ടു. എന്ത് ഭാഷയാ! വേദന തന്നെ പുള്ളി ഗൂഗിളിൽ അടിച്ചു നോക്കി. മനുഷ്യൻ പാട്ട പൂട്ടയാക്കാന്നുള്ള മുദ്രാവാക്യം ഏതാന്ന് ഗൂഗിളും പ്രതികരിക്കുന്നില്ല. ഈ മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്ന് ഭയങ്കര താല്പര്യമാണ്. പുള്ളി ആ കാറ സൈഡിലേക്ക് ഒതുക്കിയിട്ടിട്ട് ഈ ജാഥയുടെ ഏറ്റവും മുണ്ടിലേക്ക് ഓടി. ഏറ്റവും മുണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജാഥയുടെ മുദ്രാവാക്യം ഇതാ: എന്താ? പാട്ടയുമെല്ലാം ഫുൾ ടൈം ആക്കുക, പാട്ടയുമല്ല ഫുൾ ടൈം ആക്കുക. 4-ാമത്തെ ഗ്രൂപ്പ് വന്നപ്പോൾ പാട്ട പൂട്ടയാക്കിക്കൊണ്ടിരിക്കുക. ഇവത്തെ നീ കൂടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യണം. അല്ലതിനെ വിറ്റ് കളഞ്ഞിരിക്കുക. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പോട്ടെ, ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കാം. പക്ഷെ വിറ്റ് കളഞ്ഞാൽ പോക്കാം. ചിലതൊക്കെ ബന്ധക്കോസി വന്ന് വിറ്റ് കളഞ്ഞതാണ്. വിറ്റ് കളയുമ്പോഴാണ് കൊണ്ടുപോയി സൂയിസൈഡ് ചെയ്യുന്നത്. ശത്രുവിന്റെ കരത്തിലേക്ക് അകപ്പെടുന്നത്. ചിലതിലേക്ക് ജീവിതം കോഞ്ഞാട്ടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഉടപലരമനകത്തിരി. അതുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ ഒരു ദൂത് പറയാ: ഒരു ജീവിതമേ ഉള്ളൂ. കർത്താവിന് വേണ്ടി നിന്ന് നിത്യതയിൽ പോകണം. സ്തോത്രം. നിത്യയുടെ കാര്യം പറഞ്ഞിട്ട് അത്ര സ്തോത്രം വന്നില്ലല്ലോ. ഹല്ലേലൂയ. നിത്യയുടെ കാര്യം പറയുമ്പോഴാണ് സ്തോത്രം പറയണേ. പോട്ടെ, ദൈവം അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. വായിച്ചോ. എടാ പിശാച് ദൈവമക്കളുടെ മേൽ ആധിക്യം പ്രാപിച്ചെന്ന് കുഞ്ഞെ നീ ചിന്തിക്ക്. നീ പിശാചിന്റെ മേൽ ആധിക്യം പ്രാപിക്കേണ്ടവനാ. ഇവിടെ പിശാച് ദൈവമക്കളുടെ മേൽ ആധിക്യം പ്രാപിച്ചു. വായിച്ചേ. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ 1-ാമത്തെ പോരാട്ടം അവരുടെ ഭവനത്തോടും മണ്ണിനോടുള്ള പോരാട്ടമാ. റീബാനകത്ത് ഇസ്രായേൽ മക്കൾ മിഥ്യാന്റെ നിമിത്തം എവിടെയാ? പർവ്വതങ്ങളും ഗുഹകളും ഗഗരങ്ങളും ദുർഗങ്ങളും എവിടെ എന്ത് ചെയ്തു? ചടമാക്കി വീട്ടിൽ പാർപ്പിക്കുകയല്ല. ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ കടത്തിയല്ല. ദൈവത്തെ നീയോടെ സ്തുതി. വീട്ടിൽ പോരാട്ടമാ. അമ്മ റീബാന റീഖബരി അമ്മ ദൈവ മിഥ്യാൻ നിമിത്തം ഇവർ ഓടി ഒളിക്കുക. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയാ. മിഥ്യാന്റെ നിമിത്തം ആദ്യത്തെ പോരാട്ടം ഇവരുടെ മണ്ണിനോടും ഇവരുടെ പാർപ്പിടത്തിനോടുള്ള പോരാട്ടമാ. നിന്റെ പാർപ്പിടത്തിൽ, നിന്റെ മണ്ണില് നിന്നെ സ്വസ്ഥതയോടുകൂടെ പാർപ്പിക്കില്ലെന്ന് പറഞ്ഞ് വാത് കെട്ടുന്ന ചില പോരുകള് നീ വചനം സൂക്ഷിക്കുമ്പോൾ തന്നെ ആ പോരുകൾ ദൈവം വെട്ടുന്ന ഒരു രാത്രിയാ. ഉടവല മണ്ണുമായി ബന്ധപ്പെട്ട ഒരു പോര്. ഉടവലകട വീടിന്റെ അകത്ത് ഐക്യത നഷ്ടപ്പെടുക. വാക്ക് തറക്കമിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ പേര് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്ത് നിന്നെ പാർപ്പിക്കില്ലെന്ന് വാത് കെട്ടുന്ന ചില പോരുകൾ. ഇന്ന് രാത്രി അഴിയുന്ന രാത്രിയാ. മറത്തുരി മമ്പൽമാന മത്തച്ചൂടം കടകക്കെട്ടി വീടിന്റെ അകത്ത് വാക്ക് തർക്കമിട്ടുകൊണ്ട് ഉടപലരമനകത്ത് സ്വസ്ഥത കെടുത്തി രോഗമിട്ടുകൊണ്ട് ഈ വീട്ടിൽ പാർക്കണ്ട. ഉടപലകൾ ഇറങ്ങി പോകണമെന്നുള്ള ചിന്ത ഇട്ടുകൊണ്ട് ഓ മറത്തുരി മമ്പൽമാ വാതുന്ന ഒരു പോരുന്ന രാത്രി, അഴിയുന്ന രാത്രിയാ. ഈ വചനം പറയുമ്പോ കെട്ടുന്ന രാത്രി പൊട്ടുക. വീടിന്റെ അകത്ത് സ്വസ്ഥതയോടെ ആഹാരം കഴിക്കാൻ കഴിയാതെ, സ്വസ്ഥതയോടെ പാർക്കാൻ കഴിയാതെ, സ്വസ്ഥതയോടെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, സ്വസ്ഥതയോടെ ആരാധിക്കാൻ കഴിയാതെ നിന്റെ വീടിനോട് പാർപ്പിടത്തോട് പോരാടുന്ന ചില മിഥ്യാന ശക്തികളെ ഇന്ന് രാത്രി ചില ജാതീയ സ്പിരിറ്റുകളെ ഓ ഉടവേ രമനെ റസി രാജ ഈ രാത്രി ദൈവമ വെട്ടുന്ന രാത്രിയാ. ദൈവകൃപ വ്യാപരിക്കട്ടെ. റാത്തൂനിയ റാബാന റബനബേ ശുഡബലബേ ഉടബലബേ ഉടബലരമന റിബന റസിയാന. ആമേൻ.
അടകടമനരസി. ഒന്നാമത്തെ പോരാട്ടം പാർപ്പിടത്തിനെതിരെയുള്ള പോരാട്ടമാ. വീട്ടിൽ സ്വസ്ഥതയോടുകൂടി പാർപ്പിക്കല. വീടിൻ്റെ അകത്ത് കയറുമ്പോൾ രോഗമാ. ചേട്ടൻ കണ്ടിട്ടുണ്ടോ? വീടിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ രോഗമാ. ആശുപത്രി ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല. ഇന്ന് രാത്രി കട്ടഴിയും. പ്രാർത്ഥിച്ചോ. ഉടബലരമനകത്ത് രണ്ടാമത്തെ പോരാട്ടം വീടിൻ്റെ അകത്ത് വാക്ക് തർക്കമാ. ദൈവത്തിന് സ്തോത്രം. അഭിപ്രായം തമ്മിൽ ചേരിയില്ല. മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കി. മൂന്നാമത്തെ കാര്യം റുബിനി ജുഡിബി ഉടമ പിണക്കമിട്ടുകൊണ്ട് പോരടിക്കുന്ന പോര്. നാലാമത്തെ ഒന്നാമത്തെ പോരാട്ടം അവരെ പാർപ്പിടത്തിനെതിരെയാ. വായിച്ചേ. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്കേ ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസാവരെ വിളവെന്ന്. രണ്ടാമത്തെ പോരാട്ടം അവരുടെ നന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. ഇന്ന് രാത്രി നീ വിതയ്ക്കും, അനുഭവിക്കാൻ നിനക്ക് ഭാഗ്യമില്ല. കൈ വരുന്നത് തട്ടിക്കളയ. കുഞ്ഞുങ്ങളുടെ കൈ വരുന്ന വിടുതല് നിന്റെ കൈ കിട്ടുന്നത് അനുഭവിക്കേണ്ടത് തട്ടിക്കളയുന്ന ദുഷ്ടന്റെ നന്മയെ വെട്ടുന്ന ഉടനെ നിന്റെ ബിസിനസ്സിനെതിരെ ജോലിയിൽ നിന്ന് കിട്ടുന്ന നന്മയ്ക്കെതിരെ ആശുപത്രി വഴി മെഡിക്കൽ ഷോപ്പ് വഴി ഉടനെ പലിശക്കാർ വഴി പല രീതിയിൽ നിന്റെ നന്മയെ ചോർത്തുന്ന ആ പോരിനെ ഇന്ന് രാത്രി ദൈവം വെട്ടുന്ന രാത്രിയാ. രണ്ടാമത്തെ പോരാട്ടം അവരുടെ നന്മയ്ക്കെതിരെയുള്ള പോരാട്ടം. റിബനകത്ത് നന്മയുണ്ട്, പക്ഷെ അനുഭവിപ്പിക്കലെന്നാ വെല്ലുവിളിക്കുന്നത്. നീ വിതയ്ക്കും, ദൈവത്തിന് സ്തോത്രം, കൊയ്യാൻ നിനക്ക് ഭാഗ്യമില്ല. റിബനകത്ത് നീ അനുഭവിക്കണ്ട. ഇവിടെ നീ കഷ്ടപ്പെടും, പക്ഷെ കൈ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുക. ആശുപത്രിക്കാർ കൊണ്ടുപോകുന്നു, മെഡിക്കൽ ഷോപ്പുകാർ കൊണ്ടുപോകുന്നു, പലിശക്കാരൻ കൊണ്ടുപോകുന്നു, ചിലത് വർക്ക്ഷോപ്പുകാരൻ കൊണ്ടുപോകുക. ഇവിടെ ഈ പ്രതീക്ഷിക്കാതെ വാഹനത്തിനൊക്കെ പണി കൊണ്ടുവന്ന് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തുന്ന ഒരു ഇരുട്ടിന്റെ വ്യാപാരത്തെ ഒരു അമാലേക്ക് രാജൻ പവിടി ഇന്ന് രാത്രി വെട്ടാൻ ദൈവത്തിന് പദ്ധതി എന്ന് ദൈവമാവ് ദൂത് വിളിച്ചു പറയുകയാണ്. മൂന്ന് കൂട്ടരാ. ഒന്ന് കിഴക്ക് ദേശക്കാര്, രണ്ട് മിദ്യാനര്, പിന്നെ ആരാ? അമാലേക്കര്. ഇവരുടെ തലവൻ മിദ്യാനാ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ഉമാര് മൂന്ന് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇതിന്റെ തലവൻ മിദ്യാന. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ഒന്നാമത്തെ കാര്യം പാർപ്പിടത്തിനെതിരെയുള്ള പോര്. രണ്ടാമത്തെ ഫൈറ്റിംഗ് എന്തിനാ? റീബാനകത്ത് നന്മയ്ക്കെതിരെയുള്ള പോരാ. നീ കഷ്ടപ്പെടുന്നു, നിനക്ക് ലഭിക്കുന്നില്ല. 2-3 മാസമൊക്കെ കൂടുമ്പോഴാണ് ശമ്പളം കിട്ടുന്നത്. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ഞാൻ പണ്ട് ഈ അടുത്തിടയ്ക്ക് ഞാൻ അബുദാബിയിൽ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ വേണ്ടി ചെന്നു. ഒരു ബ്രദറിൻ്റെ അടുത്ത് വന്ന് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുക. 3, 4, 5 മാസം കൂടുമ്പോഴാണ് ദൈവത്തെ ശമ്പളം കിട്ടുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഇവൻ്റെ തലേ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇവൻ്റെ ഈ 4-5 മാസം കൂടി ശമ്പളം കിട്ടുന്ന ആ കെട്ട് ഇന്ന് രാത്രി കർത്താവ് ഒന്ന് അഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇവൻ 3, 4, 5 മാസം കൂടുമ്പോഴാണ് വല്ലതും ദൈവസഭയും കൊടുക്കോളെന്ന് പറഞ്ഞു. നിങ്ങൾ തോത്രം. ഞാൻ അവനോട് ചോദിച്ചു, ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത് ശരിയാകുമ്പോൾ അത് ശരിയാക്കുമെന്ന് പറഞ്ഞു ദൈവം. തോത്രം ഇപ്പം തോത്രം പോയല്ലോ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തെ മാനിക്കുന്നവന് നിങ്ങൾ കൊടുക്കും തോറും എന്ത് ചെയ്യും? ദൈവം ഏറും. ദൈവത്തിന് സ്തോത്രം. ലോകമായി വിതയ്ക്കുന്നവൻ ലോകമായി കൊയ്യും. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളം. ഇതൊരു വെളിപ്പാടാ. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നത്, വിശക്കുന്ന ഒരുത്തന് ആഹാരം കൊടുക്കുന്നത്, സുവിശേഷ വേലയ്ക്ക് 10 രൂപ കൊടുക്കുന്നത്, അതൊരു വെളിപ്പാടാ. സ്തോത്രം. അത് കൊടുക്കും തോറും ദൈവം വർദ്ധിപ്പിക്കും. കൊടുക്കും തോറും ദൈവം വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, എന്താ? അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. മടങ്ങി വരട്ടെ. അവ 2 പോരാട്ടം നമ്മൾ വായിച്ചു. മൂന്നാമത്തത് ഇസ്രായേലിന് ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കില്ല. മൂന്നാമത്തെ പോരാട്ടം ആരാധനയ്ക്കെതിരെയാ. പഴയ നിയമത്തില് ആടും മാടും കൊണ്ടാണ് ദൈവത്തെ നീയോടെ സ്തുതിക്കുന്ന യാഗമർപ്പിക്കുന്നത്. മൂന്നാമത്തെ പോരാട്ടം ആരാധനയ്ക്കെതിരെയാ എന്ന് പറഞ്ഞാൽ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഒറ്റക്കുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, അമ്മ ദൈവത്തെ നീയോടെ സ്തുതിക്കുക. ആരാധനയ്ക്ക് വിടാതെ തടയുന്ന സാത്താന്യ മേഖലകൾ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ഉടബലയുടെ മനരസ്യ പണ്ട് മോശ ചെന്ന് ഫറവോനോട് പറഞ്ഞു, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ എന്ത് ചെയ്യുക?
വിട്ടയക്കുക. പറവോൻ പറഞ്ഞു, നിങ്ങൾ പുരുഷന്മാരൊക്കെ പൊക്കോ, സ്ത്രീകളും കുഞ്ഞുങ്ങളും എന്ത് ചെയ്യട്ടെ, വീട്ടിൽ നിൽക്കട്ടെ. കുടുംബമായി വിടുകയല്ല, കുടുംബമായി റിബനകത്രി ആരാധനയ്ക്ക് വിടാതെ, ഐക്യതയോടെ പ്രാർത്ഥിക്കാൻ കഴിയാതെ പ്രാർത്ഥനയെ തടയുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി ഒന്ന് വെട്ടാൻ ദൈവത്തിന് പദ്ധതി. ഉടപരമനകത്വരാജം പവിടി ദൈവം മൂന്നാമത്തെ പോരാട്ടം ആരാധനയ്ക്കെതിരെയാ. ആടോ മാടോ ശേഷിപ്പിച്ചില്ലെന്ന് പറഞ്ഞ ദൈവത്തിന് പഴയ നിയമകാലത്ത് മൃഗങ്ങൾ കൊണ്ട് യാഗമാ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്ന യാഗത്തിന് മൃഗങ്ങൾ ശേഷിപ്പിക്കാതെ ആരാധനയെ മുടക്കുന്ന, ആരാധനയെ തടയുന്ന മക്കളെ ആരാധിച്ചാലാ ദൈവമഹത്വം വെളിപ്പെടുന്നത്. ആരാധിക്കുമ്പോൾ ദൈവകൃപ വ്യാപരിക്കും, ആരാധിക്കുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാകും, ആരാധിക്കുമ്പോൾ കെട്ടുപൊട്ടും, ആരാധിക്കുമ്പോൾ ബന്ധനമടിയും, ആരാധിക്കുമ്പോൾ വാതിൽ തുറക്കും. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ പോരാട്ടം ആരാധനയ്ക്കെതിരെയാ. അബ്രഹാം നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ വായിക്കേണ്ട, ദൈവത്തിന് സ്തോത്രം, ചെന്നിടത്തല്ല യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. 10 തവണ യഹോവ അവന് പ്രത്യക്ഷനായി. ദൈവത്തെ നിയമം നമ്മളെ വിളിച്ചതും ദൈവത്തെ ആരാധിക്കാനാ. റിബനറസിയാനഭവന് മടങ്ങി വരട്ടെ. മൂന്നാമത്തെ മേഖല ആരാധനക്കെതിരെ. നാലാമത്തെ മേഖല വായിച്ചാട്ടെ. കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുകിളി പോലെ കൂട്ടമായി വരും. അവർ അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് എന്ത് ചെയ്യും? നാശം ചെയ്യും. അവർ നാശം ചെയ്യും. അടുത്തത് ഇങ്ങനെ മിഥ്യാന്യരാൽ അങ്ങനെ 4 മേഖല. അതിന്റെ ദൈവത്തെ നിയമോടെ സ്തുതിക്കുന്നു. നാലാമത്തെ ഒന്നും കൂടെ വായിച്ചേ. നാലാമത്തെ അവർക്ക് വിരോധമായി പാളയം ഇറങ്ങി ഗസാവരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരം. നാലാമത്തെ പോരാട്ടം ദൈവത്തെ നീയോടെ സ്തുതിക്കുന്ന ആരോഗ്യത്തോടാ. നാലാമത്തെ പോരാട്ടം ആരോഗ്യത്തോടാ. നല്ല ആഹാരം കഴിക്കുമ്പോഴാണ് നല്ല ബലമുണ്ടാകുള്ളൂ. ഇവരെ വിളവൊക്കെ നശിക്കുമ്പോൾ ഇവർ ഓടി ഗഹരങ്ങളും പർവ്വതങ്ങളൊക്കെ കേൾക്കുമ്പോൾ കയറും. അവർ കാട്ടുള്ളിയും കാട്ടുചേനയൊക്കെയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ബലവും ആരോഗ്യമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി. നല്ല ഫുഡ് കഴിക്കുമ്പോഴാണ് നല്ല ഹെൽത്ത് ഉണ്ടാകുന്നത്. ദൈവത്തെ നാലാമത്തെ പോരാട്ടം അവരുടെ ആരോഗ്യത്തിനെതിരെയാണ്. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്ന ഞാൻ രാത്രി ദൂത് പറയുമ്പോൾ നിന്നെ രോഗിയാക്കുന്ന മിഥ്യാന്യ ശക്തി ഉടപലടമന നിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച് റിബനക രോഗത്തിന്റെ കെട്ടുകെട്ടി അടകടമന റിബനക നിന്നെ ഒതുക്കുന്ന ചില രോഗാത്മാവിന്റെ പോരുകളെ ഇന്ന് രാത്രി റിബനകത്ത് ഉദരരോഗമായി, അസ്ഥി സംബന്ധ രോഗമായി, ഉടപലടമന റിബനകത്ത് രാജ ആന്തരിക രോഗമായി, അടക റമന ചുടിബിയു തൈറോയിഡ് ഉടപലയുടെ കിഡ്നി സംബന്ധമായ രോഗമായി, രോഗത്താൽ നിന്നെ കെട്ടുന്ന രോഗാത്മാവിന്റെ സ്പിരിറ്റിൽ നിന്ന് ശാസിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തെ യമെടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇവർ ഗസാവരെ ഇറങ്ങി ഇവരുടെ വിളവൊക്കെ നശിപ്പിക്കും, നാശം ചെയ്യുന്ന അന്ധകാര ശക്തി. ദൈവത്തിന് സ്തോത്രം. ഇവരുടെ പിതാക്കന്മാരെല്ലാം ഓടി ഗഹനങ്ങളിലും മലകളിലും പർവ്വതങ്ങളിലൊക്കെ അഭയം പ്രാപിക്കുക. ഒരു ഗതി പറഞ്ഞ മിഥ്യാൻ നിമിത്തം ഇസ്രായേൽ എന്ത് ചെയ്തു? ക്ഷയിക്കാൻ തുടങ്ങി. ശത്രു ക്ഷയിപ്പിക്കും മക്കള്. ശത്രു ക്ഷയിപ്പിക്കും, ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. സ്തോത്രം. ഉടപലകൾ ഇന്ന് പകൽക്കാലം ശത്രു ക്ഷയിപ്പിക്കും, പ്രാർത്ഥന കുറയ്ക്കും, ആരാധന കുറയ്ക്കും, വചനധ്യാനത്തിൽ നിന്നെ ഒതുക്കും, ആത്മീയ കാഴ്ചപ്പാടിൽ നിന്നെ ഒതുക്കും, നെഗറ്റീവ് പറഞ്ഞ് ഒതുക്കും. എന്ന ദൈവം ചെയ്ത് നിന്നെ വർദ്ധിപ്പിക്കുക. ഉടപലകൾ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. അവൻ നിന്റെ ദീപത്തെ കത്തിക്കും, അവൻ നിന്റെ അന്ധകാരത്തെ വെളിച്ചമാക്കും, അവൻ ദൈവകൃപ പകരും, അവൻ സൗഖ്യം പകരും. നിന്റെ ഉടവൽ ഇന്ന് ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥ മാറ്റി നിന്റെ കുടികളിൽ നിന്ന് അവൻ നിന്നെ കരകയറ്റും. ഈ രാത്രി ദൈവകൃപ വ്യാപരിക്കട്ടെ. അങ്ങനെ ഇസ്രായേല് ദൈവത്തിന്റെ നീയോടെ സ്തുതിക്കുന്നു. ഏറ്റവും ക്ഷയിച്ചു ഇസ്രായേൽ യഹോവയോട് നിലവിളിച്ചു. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ താഴത്തേക്ക് വായിക്കുമ്പോൾ അവരുടെ അടുക്കൽ ഒരു പ്രവാചകനെ അയച്ച് അവരോട് ചില കാര്യങ്ങളൊക്കെ ദൈവം പറയുക. ഞാൻ അവിടെ തൊടുന്നില്ല. 11-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. 11 മുതൽ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്നു ഒഫ്രയിൽ അഭ്യസനായ യോവാശിന്റെ കലികേഴത്ത് കീഴിയിരുന്നു. ഉറക്കത്തിന്റെ ഒരു ദൂതൻ വന്ന് ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ഒഫ്രയിൽ അഭ്യസനായ യോവാശിന്റെ കരികേരത്തിന് കീഴിയിരുന്നു. വായിച്ചേ. അവന്റെ മകനായ ഗിദയോൻ ഗോതമ്പ് മിഥ്യാന്റെ കയ്യിൽ കപ്പെടാതിരിക്കാൻ മുന്തിരിച്ചക്കൻ അരികെ വെച്ച് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ മുതലൊക്കെ അവനെ മിഥ്യാൻ കൊണ്ടുപോയി, പക്ഷെ എൻ്റെ ഒരു ഗോതമ്പ് മണി, എൻ്റെ ഒരു നന്മ മിഥ്യാൻ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അവൻ മുന്തിരിച്ചൊക്കൻ അരികെ വെച്ച് അവൻ ഗോതമ്പ് മെതിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഇന്നലകൾ ദൂത് പറയട്ടെ, ഇന്നലകൾ നഷ്ടപ്പെട്ടു പോയത് പോകട്ടെ. ഇനി നിന്റെ ഒരു നന്മ, ഇനി നിന്റെ ആരോഗ്യത്തെ, ഇനി നിന്റെ ആത്മീയ മൂല്യത, ഇനി നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ശത്രു കവറാൻ നീ അനുവദിക്കരുത്. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക. പിതാക്കന്മാർ നഷ്ടപ്പെട്ട ചിലവ് നിന്നിലൂടെ മടക്കി തരാൻ ദൈവം ആഗ്രഹിക്കുക.
ഈ രാത്രി കത്തട്ടെ. രാജാ രാജാ റീബ റബന ചുടിബി ഉടബ നല്ലൊരു ആരാധന വെളിപ്പെടുമ്പോ നിനക്കെതിരെ പോരാടുന്ന ചില മിഥ്യാന്റെ പോരുകളെ ഇന്ന് രാത്രി ദൈവിക ദൈവ സാന്നിധ്യം സൗഖ്യമായി വ്യാപരിക്കുക. ദൈവം പറയുക, എന്റെ പിതാക്കന്മാരുടെ മുതലല്ല റബനകത്ത് രാജൻ പവിടിപ്പം കൊണ്ടുപോയി. ഇവരെല്ലാം പേടിച്ച് മിഥ്യാനെ പേടിച്ച് പർവ്വത ഗഗനങ്ങൾ ഇരിക്കുമ്പോ ഒരുപ്പൻ മുന്തിരിച്ചക്കിനെ അരികെ വെച്ച് അമ്മ ഗോതമ്പ് മെതിച്ചു കൊണ്ടിരിക്കുക. അവൻ പറയുക, എന്റെ ഒരു നന്മ, എന്റെ ഒരു ഗോതമ്പ് മണി ഇനി മിഥ്യാൻ തിന്നാൻ ഞാൻ അനുവദിക്കുകയല്ല. ഉടപലരമന ഗുന്തിരിച്ചക്കിനെ അരികെ വെച്ച് അവൻ ഗോതമ്പ് മെതിച്ചു കൊണ്ടിരിക്കുക. വായിച്ചേ, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അടുത്ത വായിച്ചേ, സത്യത്തിൽ മിഥ്യ. മക്കളെ ഇതിനോട് നോക്ക്, ഇതാ ദൈവശബ്ദം എന്ന് പറയുന്നത്. ഇവൻ ഭയപ്പെട്ട് ദൈവം ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയത്താ മിഥ്യാൻ വന്ന് അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്ന് അറിയാൻ പാടില്ല. പക്ഷേ യഹോവയുടെ ദൂതൻ അവനെ എന്താ വിളിച്ചേ? അല്ലയോ പരാക്രമശാലിയെ. ഇപ്പം നീ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നു. സത്യത്തിൽ ഇവൻ പരാക്രമശാലിയാണോ? കേട്ടോ, ദൈവശബ്ദമെല്ലാം നിന്നെ എൻകറേജ് ചെയ്യോ, ദൈവശബ്ദം നിന്നെ ബലപ്പെടുത്തോ, ദൈവശബ്ദം നിന്നെ ശക്തീകരിക്കോ. യേശുവിന്റെ നാമത്തിൽ ജമെടുത്ത് പ്രാർത്ഥിക്കുക. ഉടബലരമനകത്തിരി അതാ ദൈവശബ്ദം എന്ന് പറയുന്നത്. യഹോവയുടെ ഒരു ദൂതൻ അവിടെ ഇറങ്ങിയിട്ട് ഗിദെയോനോട് പറയുക, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. അല്ലയോ പേടിത്തൊണ്ട, അല്ലയോ ഭീരുവെന്നല്ല വിളിച്ചത്, ഇവനെ ആത്മാവി ദൈവം ബലപ്പെടുത്തുക. മക്കളെ, അത് തന്നെയാ ദൈവശബ്ദം. ആത്മാവി നിന്നെ ഡൗൺ ആക്കുന്നുണ്ടെങ്കിൽ അത് ദൈവശബ്ദമല്ല. സ്വതന്ത്രം ഉടബല ഓരോ പ്രാർത്ഥന കഴിഞ്ഞ് നീ ബലത്തോടെ ഇവിടെ നിരകുന്നെങ്കിൽ അത് ദൈവശബ്ദമാ. അമ്മ ചൂടാബ റീബാന റീക്കവന് ഈ പ്രതിസന്ധിയുടെ നടുവിലോ നിന്നെ അറിയുന്ന ഒരു ദൈവം, ഈ പ്രതിസന്ധിയുടെ നടുവിലോ നിന്നെ ബലപ്പെടുന്ന ഒരു ദൈവം, ഈ പ്രതിസന്ധിയുടെ നടുവിലോ നിനക്ക് ചെയ്യാൻ തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ രാത്രി സ്വർഗം ദൂത് വിളിച്ചു പറയുകയാ. മോളെ, ദൈവാത്മാവ് നിന്നോട് പറയുക, നീ കഷ്ടതയുടെ നടുവിൽ നടന്നാലോ യഹോവ നിന്നെ ജീവിപ്പിക്കും. നീ പ്രാർത്ഥിച്ചോ, ദൈവം നിന്റെ ശത്രുവിന്റെ ക്രോധത്തിന് നേരെ കരം നീട്ടോ. അവന്റെ ആത്മാവ് പറയുന്നു, രാജൻ പവിടി ഇന്ന് രാത്രി ഈ തൂത് പറയുമ്പോ നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഉടനെ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്റെ മുറിവുകളെ കെട്ടി നിന്നെ ശക്തീകരിക്കുമെന്ന് ദൈവാത്മാ മോളോട് ദൂത് വിളിച്ചു പറയുക. രാജൻ പവിടി അവങ്ങന്ന് ശക്തി പുറപ്പെട്ടവർ സൗഖ്യമായതുപോലെ കർത്താവിന്റെ ശക്തി ഇന്ന് രാത്രി നിന്നോട് കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം ഇന്നലകൾ ഇരുന്നത് പോലെ ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അപ്പോൾ സ്വറപ്പുറത്തെ 12:7 പത്രോസ് കിടന്ന അറയിൽ ദൈവത്തിന്റെ വെളിച്ചമിറങ്ങി. 1-2 ഒരു സാധ്യതയില്ലാത്ത സ്ഥാനത്ത് പത്രോസിന്റെ അടുക്കൽ ദൈവത്തിന്റെ വെളിച്ചം വന്നതുപോലെ കർത്താവിന്റെ വെളിച്ചം നിന്റെ മേലേക്ക് പകരും. ഉടവർ ഒറ്റ അടിക്കല്ലെങ്കിൽ പടിപടിയായി അവന്റെ സൗഖ്യവും വിടുതലും ബലവും നിന്റെ മേൽ കൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇന്ന് രാത്രി അടകരമനരമന മാതാവിന്റെ കണ്ണുനീരും പിതാവിന്റെ നിലവിളിയും നിന്റെ മേലുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, സഭയുടെ പ്രാർത്ഥനയും നിന്റെ ജീവിതത്തിൽ ഫലിച്ചിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മത്തൽമാന മമ്പച്ചൂടോ കടകക്കെട്ടി റീബനകെട്ടോ റീക്കവനി ഭവനിയ റസി. അവന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്റെ നേരെ കൃപയുടെ ചെങ്കോൽ നീട്ടും. ഈ ദിവസങ്ങൾ ദൈവം നിന്നെ ബലപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അടകരമനരമനകത്തുരാജൻ പവിടി മത്തൽ മൗനി റബനെ ചുടിവി ഉടബേ റസി രാജ പവിടി. അടക പരവതാനി വിരിക്കുന്ന പോലെ ചില വിടുതലുകൾ കുഞ്ഞിന്റെ ജീവിതത്തിലുണ്ട്. മുന്നോട്ട് യേശു നടന്നുപോയ വഴിയിൽ അവിടെ നിന്നവർ പരവതാനി വിരിച്ചതുപോലെ ഇന്ന് രാത്രി അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. യെശയ്യാപ്രവചനം 32:15 ഉയരത്തിന് ആത്മാവ് വരുമ്പോ മരുഭൂമി ഉദ്യാന വനമായി എണ്ണപ്പെടുന്ന പോലെ ഉയരത്തിലെ ശക്തി നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങും. അത് ചില ദൈവപ്രവൃത്തികൾ ചെയ്യുന്ന രാത്രി എന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെതായ ആഹാരം കൊടുക്കുന്ന ദൈവമാണ് ഞാനൊക്കെ. കാക്കക്കുഞ്ഞിന് ഉടബലടമന കരയുമ്പോ തന്നെ അതിനെ സൃഷ്ടിച്ചവൻ റിവനകത്തുരാജൻ പവിടി അതിനുള്ള തീനുമായി എത്തുന്നത് പോലെ ഇന്ന് രാത്രി മനോവേദന അറിയുന്ന ദൈവം കൂടെയുണ്ട്. എന്താ പറയുക, ഏലിയാവ് കർമ്മയിലിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ ഈ ദിവസങ്ങൾ എന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. 6 തവണ അവൻ പ്രാർത്ഥിച്ചിട്ട് കാണാത്ത ദൈവപ്രവൃത്തി 7ാം തവണ മേഘം കൈപ്പപ്പി പൊങ്ങുന്ന പോലെ അടയാള സഹിതം ചില വിടുതലുകൾ ഉടനെ നിന്റെ കൂടാരത്തെ ദൈവം കൊണ്ടുവരും. നീ പ്രാർത്ഥിച്ചു, ഇല്ലാത്തത് ചിലത് ഉള്ളതുപോലെ വിളിച്ചു കൊണ്ടുവരുക. അവന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിലുള്ള ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അപ്പോസ്തല പ്രവൃത്തി 28 വായിക്കുമ്പോ അമ്മ പുംബ്ലിയോസിന്റെ അപ്പന്റെ മേൽ പൗലോസ് സൗഖ്യം വിളിച്ചു വരുത്തി സൗഖ്യമാക്കിയതുപോലെ എന്റെ വിടുതലുകൾ കൂടാരത്തിൽ വെളിപ്പെടുത്തുക. ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. രാജറീന റമനകത്തുരി നിന്നതല്ല, ദൈവം നിർത്തിയില്ല.
മനുഷ്യന് പുറമേ കാണാം, ദൈവം നിന്റെ ഹൃദയം അറിയുന്ന ദൈവമാണ്. താവിന്റെ ആത്മാവരെ പല രാത്രികളും കണ്ണിനെരുകൂടെ നീ കിടക്കുകയെ നനച്ച രാത്രികൾ ഞാൻ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, റീബാനകത്തിൽ രാത്രി ഞാൻ നിനക്ക് സമീപസ്ഥനാ. അടകനോ ഒത്തിരി ദൈവത്തോട് ചോദ്യം ചോദിച്ചതാ, ഒത്തിരി കരഞ്ഞതാ. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, യുദ്ധത്തിനൊരു കാലം ഉണ്ടെങ്കിൽ അമ്മ സമാധാനത്തിനൊരു കാലമുണ്ട്, രോഗമിടാനൊരു കാലമുണ്ടെങ്കിൽ സൗഖ്യത്തിനൊരു കാലമുണ്ട്. നീ പ്രാർത്ഥിച്ചോ, ദൈവാത്മാവരെ കണ്ണുനീര് ദൈവം തുടയ്ക്കും. ഇതുവരെ നിന്നതല്ല ദൈവം നിർത്തിയതാ. നിന്റെ ദൈവം എവിടെയെന്ന് അവൻ ചിലര് ചോദിക്കുമ്പോ ആ ചോദിക്കുന്നവരുടെ നടുവില് ഉത്തരമല്ല ദൈവം ഇറങ്ങി വരുമെന്ന് സ്വർഗം ദൂത് വിളിച്ചു പറയുകയാ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറയുന്നു, ഇരമ്യാ പ്രവചനം 33:6 പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ ഞാൻ രോഗശാന്തി ആരോഗ്യവും വരുത്തി സൗഖ്യമാക്കും, സമാധാനത്തിന്റെ സമൃദ്ധി ഭവനത്തിനെ പകരുമെന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. പലപ്പോഴും അമ്മ ഹൃദയത്തിന്റെ അകത്ത് ഞരക്കം വന്ന് ക്ഷീണിച്ചു പോയ സമയങ്ങളിലോ തട്ടി ബലപ്പെടുത്തി ഓടുമാറാക്കിയത് എന്റെ കൃപയുടെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. താവിന്റെ ആത്മാവ് പറയുക, വിളിച്ചവൻ വിശ്വസ്തന. ഒറ്റപ്പെട്ടു പോയ സമയത്തോ അമ്മ കണ്ണുനീരോടെ ഉടബലകട നിലവിളിച്ച സമയത്തോ അവനാ തുണയായി നിന്നെങ്കിൽ യെശയ്യാ പ്രവചനം 57 മുതലുള്ള വാക്യങ്ങൾ ദൈവാത്മാവ് ഇടപെടുക. ഇതാ യഹോവയായ ദൈവം നിന്റെ ഭവനത്തിന് തുണയായി കൂടെയുണ്ട്. അവൻ റീബാന കത്തുരാജൻ പവിടി അടകപ്രവടി അടകരമന റിബന കത്തുരാജൻ പവിടി അവൻ നിന്നെ തുണയ്ക്കുക. ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, യഹോവയുടെ സഹിത്വവും സാന്നിധ്യവും കൂടെയുണ്ടെന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ഞാൻ ഈ രാത്രി കാണുക, കർത്താവിന്റെ സാന്നിധ്യം രാത്രി ചിലരമേ പകരുന്ന രാത്രിയാ. ഈ രാത്രി ചില രോഗക്കെട്ടുകൾ അഴിയുന്നു, ഈ രാത്രി ചില വിടുതലുകൾ നടക്കുന്ന രാത്രിയാ. അമ്മാവിനൊരു ഇംപാക്ടേഷനാ. ഓ റാഥൂനിയ റാബാബാബ റിബിനി റോഥോന റബനബേ ഉടബലബലബല ഭൗഡിരമന റിബനഗത്തുരി ഇന്ന് രാത്രി ദൈവകൃപ കത്തിവ്യാപരിക്കട്ടെ. ആമേൻ. രാജരാജ റീനരമന റിബനരസിയാന ഭവനെ ഇവനെ കർത്താവ് വിളിച്ചത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഗിദെയോൻ അടുത്ത വഴി യഹോവയോട് ചോദിച്ചു, യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഈ സംഭവിക്കുന്നതെല്ലാം എന്തെന്ന്? ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവശബ്ദം കൂടെ. ഇതെല്ലാം ഇത് നാളുകളായി കേൾക്കുക. പക്ഷെ ഇതൊക്കെ എൻ്റെ നടുവിലും ഇവിടെ ചില ദുരിതങ്ങളാ, ദുഃഖങ്ങളാ. ദൈവമാവ് ഇന്ന് രാത്രി ദൂത് പറയുക, ഇന്ന് നീ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നീ ജയിക്കൂ. അതിനൊക്കെ ഒരു ആത്മപകർച്ച ദൈവം നിന്റെ മേ പകരുമെന്ന് ഈ രാത്രി സ്വർഗം ദൂത് വിളിച്ചു പറയുകയാ. ഇവ നീയോടെ സ്തുതിക്കും. താഴത്തേക്ക് വായിച്ച കുഞ്ഞേ. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനേ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ. ഇനി ശ്രദ്ധിക്കും, ഇത് ദൈവത്തിന്റെ ദൂതനാണെന്നൊന്നും ഗിദെയോൻ അറിയുന്നില്ല. ദൈവത്തിന്റെ ദൂതനാണെന്ന് ഗിദെയോന് മനസ്സിലായില്ല. ഗിദെയോൻ പറഞ്ഞു, യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഈ സംഭവിക്കുന്നതല്ല ഭവിക്കുന്നതെന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു. 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. അപ്പോൾ യഹോവ അവനെ നോക്കി. അപ്പോൾ യഹോവ അവനെ നോക്കി. നിന്റെ ഈ ബലത്തോടെ ആ നോട്ടത്തിൽ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിച്ചു. ഹല്ലേലൂയ. കർത്താവ് യേശു തന്റെ മിനിസ്ട്രിയിൽ ഒരു കുരുടൻ യേശുവിനെ എടുക്ക കൊണ്ടപ്പോ കർത്താവ് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി. ദൈവത്തെ നീ ഇവിടെ സ്തുതിക്കുന്നു. ഇവിടെ ശിലോഹാം കുളത്തിൽ പോയി എന്ത് ചെയ്യുക? കഴുകാൻ പറഞ്ഞു. വേറൊരു സ്ഥലത്ത് ഒരു കുരുടനെ ഊരിന് പുറത്തു കൊണ്ടുവന്ന് അവൻ സൗഖ്യമാക്കി. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇനി ഊരിലേക്ക് എന്ത് ചെയ്യല്? കടക്കുക പോലും വരുത്. ദൈവത്തെ നീ ഇവിടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ചിലയിടങ്ങളിൽ നിന്നുള്ള ചിലരെ വിട്ടിഞ്ഞ് പോന്നാലാ ചില വിടുതലുകൾ നടക്കുള്ളൂ. സ്വോത്രം. ചിലരെ കൂടെ നിന്നാലൊന്നും വിടുതല കിട്ടിയാലാ. ചിലർന്നൊക്കെ വിട്ട് മാറി അടകരമൻ നീ ഒരു വെറൈറ്റി ആയി നിന്നാ നിന്റെ മേ ദൈവ സാന്നിധ്യം സൗഖ്യമായി ഇറങ്ങി വ്യാപരിക്കും. അവൻ ബേസൈദയിൽ എത്തിയപ്പോഴെന്ന് പറഞ്ഞേ, ഈ ബേസൈദയും കോരസീനെയും കർത്താവ് ശാസിച്ച 2 പട്ടണങ്ങളാ. ദൈവത്തിന് സ്തോത്രം. ബേസൈദയും കോരസീനെയും കർത്താവ് ശാസിച്ച് നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നെങ്കിൽ അവർ രട്ടിലും വെണ്ണീരിലും നിന്ന് എന്ത് ചെയ്യായിരുന്നു? മാനസാന്തരപ്പെടുന്നു. എൻ്റെ മക്കളെ, വിടേണ്ടത് ചിലത് വിടണം, എന്നാലേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. സ്തോത്രം. രണ്ടും കൊണ്ടൊന്നും ദൈവത്തെ സേവിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓട്ടെ, ഈ ബലത്തോടെ നോക്കി ആ ബലത്തിൽ ദൈവ സാന്നിധ്യം വ്യാപരിച്ചു. വായിച്ചേ. അപ്പൊ അപ്പൊ അവനോട് പറഞ്ഞു, ആ നോട്ടത്തിൽ ഒരു ദൈവകൃപ വ്യാപരിച്ചു. അവന്റെ മേൽ അഭിഷേകം പകർന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ ഒറ്റ ഒരുത്തം മതി ഈ ജനത്തെ വിടുവിക്കാൻ.
ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവ് ദൂത് പറയാ, ഈ ഒരാളുടെ മേൽ പകർന്ന അഭിഷേകമൊന്നും ചെറുതല്ല. മോശയുടെ മേൽ പകർന്ന ഒരുത്തന്റെ മേൽ പകർന്ന അഭിഷേകമാ 30 ലക്ഷം ദൈവം വിടിപ്പിച്ചത്. ഇന്ന് രാത്രി നിന്റെ മേൽ പകരുന്ന നിറവ്, നിന്റെ മേൽ കത്തുന്ന അഭിഷേകത്തിന്റെ പകർച്ച ഉടമ്പല ചിലതിന്റെ കുരുക്കടിക്കും, ചിലതിന്റെ മുഖമൊടിക്കും, ചിലതിന്റെ രോഗബന്ധനം അടിക്കും, ചിലതിന്റെ കസ്റ്റഡി കിടക്കുന്ന ചിലതിനെ വിടിപ്പിച്ച് പുറത്തു കൊണ്ടുവരാ. നിന്റെ മേൽ വ്യാപരിക്കുന്ന പവർ വ്യാപരി ദൈവത്തിന് സ്തോത്രം. ഗിദെയോന്റെ ഒരുത്തന്റെ പേര് വ്യാപരിച്ച അഭിഷേകം. ഗിദെയോനോട് പറയുക, നിന്റെ ഈ ബലത്തോടെ പോകുക. നീ എന്ത് ചെയ്യോ? ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. നീ ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യോ? പറ, വിട്ടിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഗിദെയോൻ പറ, അങ്ങനെയാണ് യജമാൻ ഒരു അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ വീട്ടിൽ പോയി ദൈവത്തെ നീയോടെ വടയും ദൈവത്തെ നീയോടെ ശ്രുതിക്കുന്നു. സ്വോത്രം. മാംസമൊക്കെ ഉണ്ടാക്കി യജമാന്റെ അടുക്കൽ കൊണ്ടുവന്ന് യജമാനൊന്ന് ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ചു പോയാൽ മതി. ദൂതനാന്ന് അറിയുന്നില്ല. അവൻ ദൂതൻ പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു. അവൻ തിരിച്ചു വരുന്നവരും വരെ ദൂതൻ വെയിറ്റ് ചെയ്യുക. ഇന്ന് രാത്രി ദൂതൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിന്നെ അടുത്തൊരു തലത്തിലേക്ക് കേട്ടാ നിനക്കൊരു ഓപ്പണിങ് തരാ. ഉടബലകട നിന്നെ റിബനക എത്തിക്കേണ്ട ചില ദേശങ്ങളിൽ എത്തിക്കേണ്ട ചില വഴികൾ എത്തിക്കുക. ഏഞ്ചൽ ഈസ് വെയിറ്റിംഗ്. ഉടബലക ഇന്ന് രാത്രി ദൂതൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രാത്രിയാ. ഓ റാബാന കമ്മന അടകരബല റിബനകത്തിൽ ഏഞ്ചൽ ഈസ് വെയിറ്റിംഗ്. ഏഞ്ചൽ ഈസ് വെയിറ്റിംഗ്. ഇന്ന് രാത്രി ഉടബലബല അടക നിനക്ക് വേണ്ടി ചെറുതൊന്ന് തുറക്ക. നിനക്ക് ചില പുതിയ വെളിപ്പാട് തരാ. ആത്മതലത്തിൽ ചില വിടുതലൊക്കെ ചെയ്യാ. ദൂതൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രാത്രിയാ. ഹറബന റഥൂനിയ റാബ ഇവൻ വീട്ടിൽ ചെന്ന് ദൈവത്തെ നീയോടെ ആടിനെ കൊന്നത് ഞാൻ വിചാരിക്കുന്നേ. ദൈവത്തിന് സ്തോത്രം. ആടിനെ കൊന്ന് ഇതിനെ മാംസം എടുക്കണമെങ്കിൽ തന്നെ 2-3 മണിക്കൂർ വേണം. പിന്നെ വടയൊക്കെ ഉണ്ടാക്കി ചാറൊക്കെ ആയിട്ട് ദൂതന്റെ അടുക്ക വന്നു. ദൂതൻ പറഞ്ഞു അതാ പാറയിലേക്ക് വെക്കാൻ പറഞ്ഞു. ഇവൻ പാറയിലേക്ക് വെച്ചപ്പോ ദൂതൻ തന്റെ കയ്യിൽ നിന്ന് വടി പാറയിലേക്ക് നീക്കിയപ്പോ ഉടവല പാറയിൽ നിന്ന് തീ പുറപ്പെട്ട ഉടബലകത്തൊരു ഇതെല്ലാം ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോഴാ അവന് മനസ്സിലായത് എന്താ? വന്നത് ദൈവത്തിന്റെ ദൂതനാ. ഞാനൊരു ദൂത് പറയാ. ഇവൻ ശക്തി വ്യാപരിച്ചപ്പോ ഇവന്റെ പാറയിൽ പോലും അഭിഷേകം വ്യാപരിക്കുക. ഉടബലകട ഇന്ന് രാത്രി നീ ഒരു നിറവ് പ്രാപിച്ച നിന്റെ വീടിന്റെ അകത്ത് നിന്റെ റിബനകത്ത് നീ തൊടുന്ന സകലത്തിന്മേൽ ദൈവകൃപ വ്യാപരിക്കും. അപ്പോസ്തല പ്രവൃത്തി 19:11 പറയുക, പൗലോസ് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഉത്തിരിയത്തിലെ റൂമാലിലോ ദൈവ സാന്നിധ്യം വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ടൗലില്, പ്രാർത്ഥിച്ചു കൊടുക്കുന്ന വെള്ളത്തില്, പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഉപ്പില് അടകരബല റിബനകത്തൊരു ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന രാത്രിയാണ്. രാജാ റീന റബനെ ശുടവേ റിബിനി അടക ഇന്ന് രാത്രി ജലമേ നിറയുക. ഉടബലബല അഭിഷേകം നിന്റെ മേ വന്ന നീ തൊടുന്ന സകലത്തുമേ, നീ കൈവയ്ക്കുന്ന സകലത്തുമേ, നീ കയറി പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ, നീ പ്രാർത്ഥിക്കുന്ന വാഹനത്തിൽ ഉടബലബലബല റബലബല സകലത്തുമേ ദൈവകൃപ ഇറങ്ങി വ്യാപരിക്കും. അടകരമനരിമനകത്തു രാജം പവിടെ രാജമാന രാജതൂന കമ്മനബലമനരസ്യാന പവനെ പാറയിൽ തീ പുറപ്പെട്ടത് ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോഴാ ഗിദെയോന് മനസ്സിലായി ഇതാരാ? ഇത് കർത്താവിന്റെ ദൂതനാ. അപ്പൊ ഗിദെയോൻ പേടിച്ചു. ദൈവതന്നയോടെ സ്തുതിക്കുന്നു. ഗിദെയോൻ വിചാരിച്ച അതിന്റെ 22 മുതൽ അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ കണ്ടപ്പോ അയ്യോ ദൈവമായ യഹോവേ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടല്ലോ. യഹോവ അവനോട് നിനക്ക് സമാധാനം. മനസ്സിലായോ മക്കളെ? ഇതാ നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഇവിടെ സമാധാനത്തിന്റെ ദൈവമാണ്. അതുകൊണ്ടാണ് കൊലോസ്യർ 3:15 പറയുന്നത്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങൾ എന്ത് ചെയ്യണേ? വാടട്ടെ, നിങ്ങളെ ഭരിക്കണം. താമന്റെ സമാധാനം നിങ്ങളെ ഭരിക്കണം. സാത്താന്യ മുഖം ഇരിക്കാതെ വണ്ണോ ദൈവ സാന്നിധ്യം നിന്നെ ഭരിക്കുമ്പോൾ ഒരു മുഖവും നിന്റെ മേൽ ഇരിക്കുകയില്ല. ഉടബല രോഗമുണ്ട്, കഷ്ടതയുണ്ട്, വേദനയുണ്ട്, പ്രതിസന്ധിയുണ്ട്. അതിന്റെ നടുവിൽ നിന്നെ നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന് പവർ ഉണ്ടെന്ന് ദൈവമാവ് ദൂത് വിളിച്ചു പറയുകയാ. ഉടബലയുടെ മനസ്സിലായില്ല. നിന്നെ ഭയപ്പെടുന്ന ദൂതൊന്നും ദൈവത്തിന്റെ അല്ലെന്നൊരു സ്വതന്ത്രം പറഞ്ഞേ. പിന്നെ ദൈവം ദൂത് പറയും. എന്താ? 6 മാസം 8 മാസത്തേക്ക് ഒരു ടൈം ദൈവം തരും. ദൈവത്തിന് സ്തോത്രം. പണ്ട് ഞാൻ പഠിച്ച ബൈബിൾ കോളേജ്, ഞാൻ എറണാകുളത്ത് കൊച്ചിൻ ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. അവിടുത്തെ സാംകുട്ടി എന്ന് പറയുന്ന പാസ് എനിക്ക് തോന്നുന്നുണ്ട് താൻ പയ്യന്നൂരാന്ന് തോന്നുന്നു ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ താൻ സഭയിലെല്ലാവരോടൊക്കെ ദൂത് പറഞ്ഞു. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിപ്പോൾ ചെറുപ്പക്കാരൻ പാസ് എടുക്ക വന്നു. പാസ് എല്ലാവരോടും ദൂത് പറഞ്ഞല്ലോ, എന്നോട് മാത്രം ഒന്നും പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്റെ എൻ്റെ അടുക്ക കൊണ്ടുവന്ന ദൈവമാണ്. നിന്നോട് കർത്താവിനൊരു ദൂതാ പറയാനുള്ളൂ. ഇന്നേക്ക് 6 മാസത്തിനുള്ളിൽ നീ ദൈവസന്നിധിയിൽ മടങ്ങി വന്നു.
നീ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയവനാ. അതൊക്കെ ഇട്ടിട്ട് നീ ഇപ്പം നിന്റെ വേറെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. മടങ്ങി വന്ന യഥാസ്ഥാനപ്പെട്ട് തിരുവചനം എടുത്ത് കർത്താവിന് വേണ്ടി സാക്ഷിയായി നിന്ന് പാപത്തെ വിട്ട് പിരിഞ്ഞില്ലെങ്കിൽ നിന്നെ വാരിക്കോട്ടെ പറക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട് ചില ദൂത്. നമ്മൾ ഗോത്രവും പറഞ്ഞില്ലേലും കുഴപ്പമില്ല. ദൈവത്തിന് അവരംഗം വന്നൊന്നുമില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു 5-5.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവൻ പയ്യന്നൂരിൽ നിന്ന് കണ്ണൂർക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി വണ്ടി ബുള്ളറ്റും കണ്ടോ ഈ ബൈക്കും കണ്ടോ വന്ന തളിപ്പറമ്പിൽ വെച്ച് വണ്ടി സ്കിട്ടായിപ്പോയി. ഇവൻ മറഞ്ഞിട്ട് പുറകെ വന്ന ലോറിയെല്ലാം ഇവൻ്റെ മേത്ത് കയറി ഇറങ്ങിപ്പോയി. രാത്രിയിൽ ഒരിക്കത്തെ പഴമ്പായ്ക്ക് അത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോയി. അങ്ങനെയുണ്ട് ചില ദൂത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവരാപ സമയമൊക്കെ നമുക്ക് വേണ്ടി തരും. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞത്, അവസരം ഇനിയുമുണ്ടോ മനുജ അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ, അവസരം ഇനിയുമുണ്ടോ. ദൈവം തരുന്ന സമയങ്ങൾ എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിച്ചോണം. സ്തോത്രം. ദൈവം തരുന്ന സമയങ്ങൾ എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിക്കണം. അങ്ങനെ ഗിദെയോൻ ഭയപ്പെട്ടു. ഗിദെയോനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വായിച്ചേ, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അവിടെ ഒരു യാഗപീഠം പണിതവൻ ദൈവത്തിന് എന്ത് ചെയ്തു? യാഗം അർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഗിദെയോനോട് കർത്താവ് പറഞ്ഞു, നീ മിദ്യാന്യരുമായി യുദ്ധത്തിന് പോകും. അന്ന് നീ അവിടെ ജയിച്ചാലും നിന്റെ വീട്ടിൽ ജയിക്കണമെങ്കിൽ ശ്രദ്ധിച്ചോണം, മിദ്യാന്യരുടെ അടുത്തുള്ള യുദ്ധത്തിൽ നിനക്ക് ദൈവം ജയം തരും. പക്ഷെ വീട്ടിൽ വന്നാൽ ആ ജയം നിലനിൽക്കുകയില്ല. നിങ്ങൾക്ക് ദൂത് മനസ്സിലാവുന്നുണ്ടോ? നീ ഇവിടുന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചൊക്കെ വീട്ടിൽ പോകും. വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ കൃപ ചോർത്തുന്ന ഒരു പോര്. ഇന്ന് രാത്രി ഇതിനെ വെട്ടുന്ന രാത്രിയാ. ഇവിടുന്ന് നീ കൃപ പ്രാപിച്ചു പോകും. മോശ ശ്യാമദേവി സീനായിൽ നിന്ന് മല കൃപ പ്രാപിച്ച് താഴെ ഇറങ്ങി വന്നപ്പോൾ ജനം താഴെ കാളക്കുട്ടിയെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ ദൈവത്തോടുള്ള തീഷ്ണതയിൽ അവൻ കൽപ്പറക എറിഞ്ഞൊടിച്ചു. ഇന്ന് രാത്രി ആലയത്തിൽ നിന്ന് പ്രാപിക്കുന്ന ദൈവകൃപ, ആലയത്തിൽ നിന്ന് പ്രാപിക്കുന്ന ദൈവിക കൃപാവരോ ഭവനത്തിന്റെ അകത്ത് ചോർത്താൻ നിൽക്കുന്ന ചില പോരുകളെ ഇന്ന് രാത്രി ഒന്ന് വെട്ടാൻ ദൈവത്തിന് പദ്ധതി. ഉടപരമന്റെ വാക്കുകളിൽ, ഉടപര ചിലരുടെ സംസാരത്തിൽ, ചിലരുടെ ഉടപര പ്രവൃത്തിയിൽ നിന്റെ കൃപകൾ നഷ്ടപ്പെടുത്തുന്ന അടകരമന ഋവനകത്തുരാജൻ പവിടി ആ ഇരുട്ടിന്റെ വ്യാപാരത്തെ യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന് നീയോട് സ്തുതിക്കുന്നു. സ്തോത്രം. ഗിദെയോനോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ ആ ജയം നിൽക്കണമെങ്കിൽ വീട്ടിലൊരു പരിപാടി ചെയ്യണം. എന്താ? ഗിദെയോൻ ദൈവത്തെ ആരാധിക്കുന്നത്, പക്ഷെ അപ്പൻ ആരാധിക്കുന്ന ബാലിനെയാ. ഒരു വീട്ടിൽ തന്നെ 2 ആരാധന. സ്തോത്രം. നിങ്ങൾ സ്തോത്രവും പറയുന്നില്ല. ചില വീടുകളിലൊക്കെ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയില്ല. അച്ഛനൊരു റൂമിൽ, അമ്മാമ ഒരു റൂമിൽ, പിള്ളേർ പിന്നെ പ്രാർത്ഥിക്കില്ല. മൊബൈലിനകത്ത് അവർ 8 വരച്ചുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഈ കേരളത്തിൽ വീടുകളിൽ പേപ്പർ വരുന്നവർ നോക്ക്. ഏത് പേപ്പർ എടുത്ത് നോക്കിയാലും ഇന്ന് വീട്ടിൽ കള്ളം കയറി 25 പവൻ കൊണ്ടുപോയി, അപ്പുറത്തെ വീട്ടിൽ കള്ളം കയറി 1.5 ലക്ഷം കൊണ്ടുപോയി, ഇപ്പുറത്തെ വീട്ടിൽ കള്ളം കയറി 35 പവൻ കൊണ്ടുപോയി. അപ്പം പിന്നെ അങ്ങനെയുള്ള വാർത്തയൊന്നുമില്ല. എന്താ വാർത്തയില്ലാത്ത? കള്ളനില്ലാത്തതുകൊണ്ടാണോ? കള്ളനില്ലാത്തത് കൊണ്ടല്ല. കള്ളൻ കക്കാൻ കയറിയാലും വീട്ടിലെ ചെറുക്കം കിടന്ന് ഉറങ്ങിയിട്ട് വേണ്ട കള്ളന് വീട്ടിൽ കയറാൻ. സ്തോത്രം. ഞങ്ങളുടെ അടുത്തൊരു കള്ളൻ കക്കാൻ വേണ്ടി കയറി. അവന് കാത്തിരിക്കുക വീട്ടിലെ പയ്യൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി. അവൻ 2 3 4 5:30 ഇവൻ ഉറങ്ങിയില്ല. അവസാനം കള്ളൻ ഉറങ്ങിപ്പോയി. സ്തോത്രം. കള്ളൻ കിടന്നുറങ്ങിപ്പോയി. രാവിലെ അമ്മാമ 6 മണിക്ക് കഥക് തുറന്നപ്പോൾ വീണ്ടും അടുക്കളയുടെ അവിടെ ആരാണ്ട് കിടക്കുക. പിന്നെ ഒച്ചപ്പാടെടുത്തു. ഓടി വന്ന് നാട്ടുകാരൊക്കെ വന്നും കൂടി പിടിച്ചു. പിന്നെ ചായയൊക്കെ കൊടുത്തിട്ടാ പോലീസിനെ ഏൽപ്പിച്ചേ. പോലീസുകാർ പറഞ്ഞു, ഇനിയും മൊബൈലുള്ള വീട്ടിൽ കാക്കാൻ കയറല്ലടാ. ഇപ്പം നിർത്തി. അവൻ അതുകൊണ്ടുകൂടി പരിപാടി നിർത്തിയെന്ന് എനിക്ക് തോന്നണേ. അർദ്ധരാത്രി മണവാളം വരുമ്പോ കാകളം എനിക്കിപ്പോ എടുക്കപ്പെടണമെങ്കിൽ നിന്റെ പാത്രത്തിൽ എണ്ണ നിറഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിനോട് ചോദിക്കുന്നു. അപ്പൊ ഗിദെയോൻ യഹോവയെ ആരാധിക്കുന്നെങ്കിലും അപ്പൻ ആരാധിക്കുന്ന ബാലിനെ. ഗിദെയോനോട് പറഞ്ഞു, ആദ്യം നീ ചെയ്യേണ്ട കാര്യമോ, നീ മിദ്യാനുള്ള ജയം വീട്ടിൽ വരുമ്പോ എന്ത് ചെയ്യൂ? നിലനിൽക്കല. അത് നിലനിൽക്കണമെങ്കിൽ അപ്പന്റെ ബലിപീഠം വെട്ടണം. ദൈവത്തിന് സ്തോത്രം. വായിച്ച 7:25 മുതൽ 6:25 മുതൽ അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കാളയുടെ പ്രായം ദൈവത്തിനറിയാം. സ്തോത്രം. റബനക, ഈ വീട്ടിൽ വളർത്തുന്ന കാളയുടെ, നിന്റെ വളർത്തുമൃഗത്തിന്റെ പ്രായം ദൈവത്തിനറിയാമെങ്കിൽ നിന്റെ വേദന അവനറിയാം, നിന്റെ രോഗം അവനറിയാം, നിന്റെ ഞെരുക്കം അവനറിയാം, നിന്റെ മനോവേദന അവനറിയാം, നീ കടന്നു പോകുന്ന പ്രതിസന്ധി അവനറിയാം. അവൻ സകലത്തിന് മതിയായ ദൈവമാണ്. ഉടവലകട പറയുക, നിന്റെ അപ്പന്റെ ദൈവം നീ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയ. മക്കളെ മനസ്സിലായോ? ഉടവല കാളയുടെ പ്രായം അറിയുന്ന ദൈവത്തെയാ നീ ആരാധിക്കുക. നിന്നെ പേര് ചൊല്ല് വിളിച്ച നിന്നെ അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അമേ. കാളയുടെ പ്രായം അറിയാമെങ്കിൽ നിന്റെ പ്രായം ദൈവത്തിന് അറിയാൻ പാടില്ലേ? സ്തോത്രം. നിങ്ങൾ സ്തോത്രവും പറയുന്നില്ല. ഇവിടെ പല നമ്മുടെ റസിയാനമ്മനെ നമ്മുടെ അയ്യൊക്കെ ചെയ്താലും നമ്മുടെ പ്രായം ദൈവത്തിന് അറിയാം.
സ്തോത്രം. ഉടബലരമന റസിയാനഭവനി ഓട്ട ദൈവത്തെ നീ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. റീബാന കത്തുരി ഗിദെയോനോട് പറയുക, 7 വയസ്സുള്ള നിന്റെ അപ്പന്റെ 2ാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിന്റെ ബലിപീഠം എന്ത് ചെയ്യണം? ഇടിക്കണം. ദൈവത്തെ നമ്മയോടെ ശ്രദ്ധിക്കുന്നു. ബാലിന്റെ ബലിപീഠം ഇടിച്ചിട്ട് അതിനരികെയുള്ള ക്ഷീരപ്രതിഷ്ഠയെ വെട്ടിക്കളക. നിങ്ങൾ മനസ്സിലായോ? അവിടെ ബാലാണെങ്കിൽ ഇവിടെ വേറെ പുള്ളിയാ, ഇവിടെ വേറെ പുള്ളിയാണെങ്കിൽ ബാംഗ്ലൂർ വേറെ പുള്ളിയാ, ബാംഗ്ലൂർ വേറെ പുള്ളിയാണെങ്കിൽ ഡൽഹിയിൽ വേറെ പുള്ളിയാ. എല്ലായിടത്തും ഓരോ പാർട്ടിയുണ്ട്. പക്ഷേ ഉലകം മുഴുവൻ ആരാധിക്കുന്ന ഏക ദൈവത്തെ അറിയാം. ആ ഏക ദൈവം കർത്താവായ യേശു ക്രിസ്തുവാ. അതുകൊണ്ടാണ് പറയുന്നത്, യേശുനാഥനെ ഏക ദൈവമേ എന്നിലെന്നുമെന്നും വസിക്കണേ, പൂർണ്ണമായി ഞാൻ നിന്നിലേകിടാം, പൂർണ്ണമായി ഞാൻ നിന്നിലായിടാ. ഉലകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. ദൈവത്തെ നീയോടെ ശ്രദ്ധിക്കുന്നു. വേഗത്തിൽ മുന്നോട്ട് വരട്ടെ. ശ്രദ്ധിച്ചേ. ഉടബലരമനരസിയാനഭവനി അപ്പോഴുള്ള ബാലിന്റെ ബലിപീഠത്തെ നീ എന്ത് ചെയ്യണം? ഇടിച്ചു കളയണം. അങ്ങനെ ഗിദെയോൻ ചിലരെ കൂട്ടിക്കൊണ്ടുപോയി. പകലിത് ചെയ്തില്ല. പുള്ളിക്ക് പേടിയായിട്ട് രാത്രിയിൽ അപ്പന്റെ ബാലിന്റെ ബലിപീഠം വെട്ടി. അപ്പന്റെ ബാലിന്റെ വെടിപീടൊക്കെ രാത്രി വെട്ടി. ഗിദെയോൻ അന്ന് രാത്രി കിടന്നു തുടങ്ങി. നേരം വെളുക്കാറായപ്പോ ഗിദെയോൻ നോക്കുമ്പോ വീടിന്റെ മുമ്പിൽ ഭയങ്കര ബഹളം നടക്കുക. എന്ന് പറഞ്ഞ കടയെ രാത്രി വെട്ടിയ ഏത് സ്പിരിറ്റാണോ ഉടബലരമന റിബനകത്തുരി, ആ സ്പിരിറ്റിന്റെ റിബനകത്തുരാജം വെല്ലുവിളി ഇവന്റെ വീടിന്റെ മുമ്പിൽ വന്നെന്ന് ദൈവമാവി ദൂത് പറയാ. കഴിഞ്ഞ രാത്രി ഇവൻ ഏത് ബലിപീഠത്തെ വെട്ടിയോ, ഏത് ശക്തിയുടെ സ്പിരിറ്റിനെയാണോ വെട്ടിയത്, ആ വെട്ടിയ ശക്തി ഒരു പട്ടണത്തെ മുഴുവൻ അവന്റെ ഭവനത്തെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാ. ഒരു പട്ടണമല്ല, ഒരു രാജ്യം നിനക്കെതിരെ നിന്നാലോ കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ നീ ജയിക്കുമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുകയാ. ഉടബലരമനകത്തുരി ഗിദെയോൻ ഭയപ്പെട്ടു നിൽക്കുക. കാരണം എന്താ? ഗിദെയോനെ യഹോവയെ ആരാധിക്കുന്നെങ്കിലും അപ്പൻ ബാലിനെ ആരാധിക്കുന്നത്. ഗിദെയോൻ വിചാരിച്ച് അപ്പന് ഇപ്പൊ എന്നെ ഏൽപ്പിച്ചു കൊടുക്കും, അപ്പൻ ഇപ്പൊ എന്നെ കൈവിടുമെന്ന് ഗിദെയോൻ വിചാരിച്ചിരിക്കുന്ന. അപ്പൻ പറഞ്ഞത് നാട്ടുകാരോട് പറഞ്ഞു, ബാല് ദൈവമെങ്കിൽ ബാൽ അവന് വേണ്ടി വ്യവഹരിക്കട്ടെ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ഒന്ന് വായിച്ചേ മോളെ താഴത്തേക്ക്. അതിനരികെയുള്ള ക്ഷീരപ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന 31-ാമത്തെ വാക്യം മുതലാ യോവാശ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, ബാലിന് വേണ്ടി നിങ്ങളാണോ വ്യവഹരിക്കേണ്ടത്? വായിച്ചേ. നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്. അവന് വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം. അവനൊരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതുകൊണ്ട് ഇടിച്ചു കളഞ്ഞവനെ താൻ തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞ വെട്ടേണ്ടതിനെ വെട്ടിയപ്പോ അപ്പനും ഗിദെയോൻ അനുകൂലമായി. ഇന്ന് രാത്രി ഉടബല വെട്ടേണ്ട ചിലതിനെ നീ വെട്ടിയ ഇതുവരെ നിനക്കെതിരെ നിന്ന ചുടബല ചില വ്യക്തികള് നിന്നോടുകൂടെ പായിൽ മുട്ടുമടക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. വെട്ടേണ്ട ചിലതിനെ ആത്മാവിൽ നീ ഒന്ന് വെട്ടിയ, അഭിഷേകത്തിൽ വെട്ടിയ ഉടബല റിബനകത്വരാജൻ പൗരമന നീ ഭയപ്പെടണ്ട. ഭയപ്പെടാതെ ചിലതിനെ നീ വെട്ടിയ ചിലത് നിന്നോടുകൂടെ പായിൽ മുട്ടുമടക്കുമെന്ന് ഈ രാത്രി സ്വർഗം ദൂത് വിളിച്ചു പറയുക. ഓ റിഖാറാബാന ഖമ്മന ബലബലബ. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വിദേശത്ത് വെച്ച് വിശ്വാസത്തിൽ വരും. അപ്പനും അമ്മ ഇവിടെ നാട്ടിൽ സമുദായത്തിലായിരിക്കും. ഇവരോട് സുവിശേഷം പറയും. ഇവരെങ്ങനെ പറയുന്നെന്ന് ഇവർ പേടിച്ച് നിൽക്കുക. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാ. നീ വെട്ടേണ്ടതിനെ വെട്ടിയ ഉടബലരമന റിബനകത്വരാജം പവിടി ചിലത് നിന്നോടുകൂടെ സ്നാനജലത്തിൽ ഇറങ്ങും, ചിലത് നിന്നോടുകൂടെ വിടിവിക്കപ്പെടും, ചിലതിനെ നുകം ദൈവം മുട്ടിക്കോ. യേശുവിന്റെ നാമത്തിൽ ജമെടുത്ത് പ്രാർത്ഥിക്കുക. ഇവൻ വെട്ടേണ്ടതിനെ വെട്ടിയപ്പോ അപ്പനും കൂടെ ഇവൻ അനുകൂലമായി. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഉടബലരമന റിബനകത്തിൽ ശ്വാസത്തിൽ നീ ഒറ്റയ്ക്ക. അമ്മ ചുടബലരമന റിബനകത്തിൽ ആരാധനയ്ക്ക് നീ ഒറ്റയ്ക്ക. അമ്മയുടെ ദൈവകൃപയിൽ നീ ഒറ്റയ്ക്ക. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, വെട്ടണ ചില പാരമ്പര്യ പോരുകളെ, ഉടബലരമന പൈശാചിക തലങ്ങളെ റബനകട്ടോ ചില വെട്ടുമ്പോ നിന്നോടുകൂടെ ചിലത് മുട്ടുമടക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ഇന്നലെ വരെ നിനക്കെതിരെ നിന്ന, ഇന്നലെ വരെ കുടുംബത്തിനെതിരെ നിന്ന് നിന്റെ അപ്പൻ അമ്മ കൂടപ്പുറപ്പുകൾ ആരെല്ലാം നിന്റെ ഈ ആരാധനയ്ക്കെതിരെ നിന്നോ അത് അവർ നിന്നോടുകൂടെ മുട്ടുകുപ്പി നീ ആരാധിക്കുന്ന ദൈവം യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ എന്നോടുകൂടെ ദൈവത്തെ ആരാധിക്കുമെന്ന് സ്വർഗം ദൂത് വിളിച്ചു പറയുകയാ. ആമേൻ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഗിദെയോന് അല്ലെങ്കിൽ ഈ കർത്താവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അനന്തരം ഈ 33-ാമത്തെ 6:33 മുതൽ വായിക്കുമ്പോൾ
അനന്തരം മിദ്യാന്യരും അമാലേക്കിനും കിഴക്ക് ദേശക്കാരെല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്ന് ഇസ്രായേൽ താഴ്വരയിൽ പാളയം ഇറങ്ങി. അപ്പോൾ യഹോവയുടെ ആത്മാവ് ആരുടെ മേൽ വന്നു? ഗിദെയോന്റെ മേൽ വന്നു. പഴയ നിയമകാലത്ത് ആത്മാവ് വന്നും പോയി നിൽക്കുന്നെങ്കിൽ പുതിയ നിയമകാലത്ത് പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. 2000 വർഷങ്ങൾക്ക് പുറകിൽ യേശു പാലസ്തീന്റെ മണ്ണുകളിൽ ശിഷ്യന്മാരോട് കൂടെ ഇരുന്നത് പോലെ ഇന്ന് രാത്രി യേശു അന്ന് ഇരുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നേക്കും നിന്നോട് കൂടെ. നിന്റെ യാത്രയിൽ, നിന്റെ ജോലി സ്ഥലത്ത്, നീ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, ഉടമലകൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിലായിരിക്കുമ്പോൾ, നീ ഭവനത്തിലായിരിക്കുമ്പോൾ, നീ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നിന്നോട് കൂടെ പോരുന്ന കർത്താവിന്റെ സാന്നിധ്യം കൂടെയുണ്ടെന്ന് ദൈവത്തിന് നീയോട് സ്തുതിക്കുന്നു. സഹോദര, ഗിദെയോന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. ഗിദെയോൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, 2 അടയാളം ദൈവത്തോട് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. 2 അടയാളത്തിന്മേ ദൈവം ഉത്തരമല്ലേ. ഇന്ന് രാത്രി നിന്റെ തലമുറ വിഷയത്തിമേ, റബനകത്ത് നിന്റെ വസ്തു വിഷയത്തിമേ, നീ പ്രാർത്ഥിച്ച് മടുത്തുപോയ ആ വിഷയത്തിമേ അടയാള സഹിതം ചില മറുപടി ദൈവം തരുമെന്ന് ഈ രാത്രി പ്രവചിച്ച് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുക. നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിന്മേൽ ഒരു അടയാളം വരുന്നുണ്ട്. റബനകത്ത് നിന്റെ ആ രോഗ വിഷയത്തിന്മേൽ ഒരു സൗഖ്യം വരുന്നുണ്ട്. ജോലി വിഷയത്തിന്മേൽ ഒരു അടയാള സഹിതം ഒരു വിടുതൽ വരുന്നുണ്ട്. റബനകത്ത് തലമുറ ഭാവി സംബന്ധമായ അടയാള സഹിതം ഒരു വിടുതൽ വരുന്നുണ്ടെന്ന് ഈ രാത്രി ദൈവം ദൂത് വിളിച്ച് പറയുകയാ. ഇവൻ 2 അടയാളം ദൈവത്തോട് ചോദിച്ചു. 2 ദൈവം ഉത്തരമല്ലേ. ഇവ നീയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അനന്തരം ഗിദെയോനും യെരുബ്ബാലും അവനോട് കൂടെയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ടു. ഇവനോടുകൂടെ ഒരു വലിയ കൂട്ടം ജനം വന്നു കൂടി. അപ്പൊ ദൈവം അവനോട് പറഞ്ഞു, എന്റെ 2-ാമത്തെ വാക്യം 7:2 മുതൽ വായിക്കുമ്പോ, നിന്നോട് കൂടെയുള്ള ജനം അധികമായി. നിന്നോട് കൂടെയുള്ള ജനം എന്താ? അധികമായി. ഇവര് നാളെ പറയും, ഞങ്ങളാ യഹോവയല്ല, ഞങ്ങളാ യുദ്ധം ചെയ്ത് ജയിച്ചതെന്ന് ഇവര് പറയും. അതുകൊണ്ട് പറയുക, നിന്നോട് കൂടെയുള്ളവർ അധികമാ. അതുകൊണ്ട് നീ പറയണം, എന്താ? പേടിയും ഭയമുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ഗിലെയാദ് പർവ്വതം വിട്ടോണം. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. പേടിയും ഭയമുള്ളവരൊക്കെ വിട്ടുപോകണം. ദൈവത്തിന് സ്വതം പറയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരു 20,000 പേര് വിട്ടുപോയി. സ്വോത്രം. അല്ലേലിയ. എല്ലാവരും ഇപ്പോഴും അങ്ങനെയാ. ഈ വിശ്വാസത്തിലൊക്കെ ഇറങ്ങി തിരിച്ചെങ്കിലും പലർക്കും ഇപ്പോഴും പേടിയാ മറ്റുള്ളവരുടെ മുമ്പ് സാക്ഷിയായി നിൽക്കാനായിട്ട്. ഇതൊരു ആത്മീയ വാർഫെയറാ. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ വാർഫെയറാ. നിന്റെ ശത്രു അന്ധകാര ശക്തിയാ. അതുകൊണ്ട് പൗലോസ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ ആരോടാ? വാഴ്ചകളോടും അധികാരങ്ങളോടും, പിന്നെ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിൽ ദുഷ്ടാത്മസേനയോടും. സ്വർഗത്തിൽ പിശാചൊന്നുമില്ല. ആകാശ മണ്ഡലങ്ങളിൽ ദൈവത്തിന് ഈ പിശാചിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആകാശത്തിലാ. അതറിയോ? ഇല്ല. അപ്പൊ അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 7:41 മുതലൊന്ന് വായിച്ചേ. വായിക്കുക. ദൈവവും കൈവിട്ടു. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചിട്ട് അവർ ബലി കഴിച്ചു. അടുത്ത് തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞ് ആകാശത്തിലെ സൈന്യത്തെ ഏൽപ്പിക്കാൻ എന്ത് ചെയ്തു? അവരെ കൈവിട്ടു. ആകാശത്തിലെ സൈന്യത്തെ. അതുകൊണ്ടാണ് നമ്മൾ ഈ പണ്ട് യാക്കോബക്കാർ പ്രാർത്ഥിക്കും, ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാബ പിശാച. പിന്നെ ആകാശങ്ങളിൽ ബാബ ആത്താന. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം ആകാശത്തിൽ, നമ്മുടെ ദൈവം സ്വർഗത്തിലാ. സ്തോത്രം. അവൻ ഞാൻ ഓർത്തഡോക്സുകാരനാണ്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടു കൂടി പറയുന്നത്. ആകാശങ്ങൾ ബാബയും കീവയൊന്നും ആകാശത്തിൽ ആത്താനാ. അതാ പറഞ്ഞേ, ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ എന്ത് ചെയ്തു? കൈവിട്ടു. നമ്മുടെ ദൈവം സ്വർഗത്തിലാ. ഹല്ലേലൂയ. ദൈവം അവൻ സ്വർഗത്തിൽ നിന്ന് വരും നമ്മളെ ചേർക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാ കാലം ആസന്നമായി പ്രിയരേ. യോടെ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ, ചേരുന്ന വേഗത്തിൽ ഇമ്പവിടര്, കാണുന്നാം അന്നാള് പ്രിയൻ പൊന്മുഖം. ഓ ചേരുന്ന യേശ് കാണുന്നാം അന്നാള്. മടങ്ങി വരട്ടെ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അപ്പൊ ഗിദെയോനോട് പറഞ്ഞു, എന്നോട് കൂടെ ആൾക്കാർ കൂടുതലാ. അതുകൊണ്ട് എറിയണം. പേടിയും ഭയമുള്ളവരല്ല, ഗിലെയാദ് പർവ്വതം വിട്ടോളാൻ പറഞ്ഞു. അവർ കാത്തിരിക്കുക പറയാനായിട്ട്. 20,000 പേര് അപ്പോഴേ സ്ഥലം വിട്ടു. ഗിദെയോൻ പിന്നെയും പറഞ്ഞു, അമ്മ ദൈവത്തിന് ദൈവം പിന്നെയും പറഞ്ഞു, പിന്നെയും കൂടെയുള്ളവർ എത്ര പേരാ? അധികമാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ പറയണം, ഒരു 10,000 പേരും കൂടെ വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ഗിദെയോനോട് പറഞ്ഞു, ഇവരുമായി നീ അമ്മ തോട്ടിലേക്ക് ചെന്ന്, അല്ലെങ്കിൽ അമ്മ ഉറവയിലേക്ക് ചെന്ന് അവരോട് വെള്ളം കോരി കുടിക്കാൻ പറഞ്ഞു. ദൈവത്തിന് നീ കൂടെ സ്തുതിക്കുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്,
ഈ പട്ടി നായ നക്കി കുടിക്കുന്നത് പോലെ കുടിക്കുന്നവനെയൊക്കെ ഇനി തിരഞ്ഞെടുത്തു, മുട്ടുകുത്തി കൈകോരി കുടിക്കുന്നവനെയൊക്കെ വീട്ടിൽ പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അകത്ത് മനസ്സൊരു ആത്മീയ തലം പറയാം. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ഇവരെന്തിനാ പോകുന്നത്? ഈ 300 പേരെ തിരഞ്ഞെടുത്തത് എന്തിനാ? യുദ്ധത്തിനാ തിരഞ്ഞെടുപ്പ്. ദൈവത്തിന് സ്തോത്രം. യുദ്ധത്തിന് പോകുമ്പോൾ വാള് അരയ്ക്കുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ഇവിടെ വാളുണ്ടോ ഇല്ലെന്ന് പറയുന്നില്ല, വാള് അരയ്ക്കുണ്ടെങ്കിൽ ഇവര് ഈ വെള്ളം കോരാൻ മുട്ടുകുത്തി അല്ലെങ്കിൽ വെള്ളം കോരി കുടിക്കുമ്പോൾ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുറകിൽ നിന്ന് ശത്രു വന്ന് ഇവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവർ അപ്പോഴേ പട്ടുപോകും. ഈ നായ നക്കി കുടിക്കുന്നത് പോലെ കുടിക്കുമ്പോൾ ദൈവത്തിന് വാള് ഇവരുടെ കയ്യിൽ ഇങ്ങനെ, ദൈവത്തിന് സ്തോത്രം, മുട്ടുകുത്തി കുടിക്കുമ്പോൾ വാൾ ഇങ്ങനെ കയ്യിലിരിക്കും എന്ന് പറഞ്ഞ ഒരു ഭക്തന്റെ ജീവിതത്തിൽ നിന്ന് ആയുധം ഒരിക്കലും വിട്ടുകളയരുത്. സ്തോത്രം. റിബനകത്തിൽ കോരി കുടിക്കുമ്പോൾ വാള് നിലത്ത് വയ്ക്കും. വാള് നിലത്ത് വയ്ക്കുമ്പോൾ പുറത്തു പുറകിൽ നിന്ന് വന്ന് ആക്രമിക്കും. നക്കി കുടിക്കുമ്പോൾ വാള് മുകളിലായി കുടിക്കുന്നത്. ആയുധം കയ്യിലുണ്ട്. ഒരു വിശ്വാസിയുടെ കയ്യിൽ എപ്പോഴും ആയുധം കയ്യിലുണ്ടായിരിക്കണം. ആയുധം ദൈവത്തിന്റെ വചനമാണ്. ഇവിടെ വരെ കർത്താവിന്റെ സർവായുധ വർഗം. ദൈവവചനം വായിക്കണം, പഠിക്കണം, വചനത്തിൽ നിലനിൽക്കണം. മക്കളെ, പ്രവചനം ബന്ധക്കോസിൽ നിർത്തിയല്ല. നിന്റെ മേൽ വന്ന ഒരു രോഗസൗഖ്യം ബന്ധക്കോസിൽ നിർത്തിയല്ല. 38 വർഷം ബെഥേസ്ദാ കുളക്കരയിൽ കിടന്നവനെ യേശു സൗഖ്യമാക്കി. യേശു അവന്റെ അടുക്കലെത്തി പൗം പറയുക, കർത്താവേ, എനിക്ക് ആരുമില്ലെന്ന്. യേശു അവനോട് പറയും, നിനക്കാരുമില്ലെന്ന് എനിക്ക് മനസ്സിലായി, അതാ നിന്നെ തേടി ഞാൻ നിന്റെ അടുക്കൽ വരുന്നത്. ഇന്ന് രാത്രി എന്നെ അറിയാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എനിക്കൊരു സഹായത്തിന് ആരുമില്ലെന്ന് നീ ചിന്തിക്കുമ്പോ നീ ആരാധിക്കുന്നവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലോ നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുകയാ. കർത്താവ് അവനെ വിടിവിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ പാളയം PMGയിൽ അവൻ സാക്ഷ്യത്തിന് അവന് സമയം കൊടുത്തു. ചെറിയൊരു മെസ്സേജ് അടുത്തുള്ള സഭകളിലൊക്കെ കിട്ടി. 6 മാസം കഴിഞ്ഞ് അടുത്തൊരു പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ലെങ്കിൽ ഇവൻ പതിയെ പിന്മാറ്റത്തിൽ പോകും. ദൈവത്തിന് സ്തോത്രം. പ്രവചനം കേട്ടൊരുത്തിന്റെ പ്രവചനം പൂർത്തീകരിച്ചു. അടുത്തൊരു പ്രവചനം പറഞ്ഞത് ഡിലേ വന്നു കഴിഞ്ഞ് പിന്നെ നിരാശ വന്നു കയറി ഇവൻ പിന്മാറ്റത്തിൽ പോകും. പക്ഷെ ദൈവത്തിന്റെ വചനം നിന്നെ ഇതിനകത്ത് നിർത്തും. തേനിലും തേൻകട്ടയിലും മധുരമുള്ള ദൈവത്തിന്റെ വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. വചനത്തിലൂടെ ദൈവം നിന്നെ ഉറപ്പിക്കും. വചനത്തിലൂടെ ദൈവം നിന്നെ ശക്തീകരിക്കും. വചനത്തിലൂടെ ദൈവം നിന്നെ വചനത്തെ വചനം നിന്നെ ശുദ്ധീകരിക്കും. വചനം നിന്നെ ദൈവത്തോട് അടുപ്പിക്കാനിടയായി തീരും. ആമേ. അതുകൊണ്ട് പെന്തക്കോസ്ത് സഭകളൊക്കെ വചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം ആമേ, വചനം കേട്ട് നീ നിലനിന്ന് കൊഴിഞ്ഞു പോകില്ലെന്ന്. സ്വത്രം. കറുവാപ്പസിയും ഒന്നും വന്നാ നീ പോകുകയില്ല. കാരണം നിന്റെ അകത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ വിത്ത് വ്യാപരിച്ചതാ. അത് 30, 60, 100 മേനി ബലം കാച്ച് അത് തട്ടിൽ ഉറപ്പിച്ചതുപോലെ വചനത്താൽ ആ ദൈവം നിന്നെ ഉറപ്പിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തെ യമെടുക്കുക. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ 300 പേരെ തെരഞ്ഞെടുത്തു. 300 പേരുമായി യുദ്ധത്തിന് പോകുക. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഗിദെയോൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ 1 കുടമെടുക്കണം, 2 കുടത്തിൽ പന്തം വെക്കണം, 3 രമനകർ ഗിദെയോനും യഹോവയ്ക്കും വേണ്ടി നിങ്ങൾ ആർപ്പിടണം. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. മിദ്യാന്യരുമായി യുദ്ധത്തിന് പോകുന്ന സമയത്ത് അങ്ങനെ ഇവർ കുടം കയ്യിലെടുത്തു. പന്തം കുടത്തിന്റെ അകത്ത് വെച്ചു. റീബാനകത്തിന് മിദ്യാന പാളയത്തിലെത്തിയപ്പോ ദൈവ സാന്നിധ്യം ഇറങ്ങി. അവരൊന്ന് കുടമുടച്ചു, 2 പന്തം കത്തിച്ചു, 3 അവർ ആർപ്പിട്ടു. മക്കളെ, ഈ മൺകുട മുടയുമ്പോ അതിൻ്റെ അകത്ത് തീ കത്തുമ്പോ അത് നാവിലൂടെ കൃപയായി വ്യാപരിക്കുമ്പോ ഇരുട്ടിന്റെ ശക്തികൾ ചെതറും. നിനക്കെതിരെ പാളയം ഇറങ്ങിയ നിന്റെ കുടുംബത്തിനെതിരെ രോഗമിട്ടുകൊണ്ട് വെല്ലുവിളിയിട്ടുകൊണ്ട് സമാധാനത്തെ കിടത്തി പാളയം ഇറങ്ങിയ ചെറുത് ആത്മാവിന്റെ ആരാധന വെളിപ്പെടുമ്പോ ചെതറിപ്പോകുമെന്ന്. നീ ആത്മാവിൽ ബലപ്പെടുമ്പോ ഇന്ന് രാത്രി മൺകുട മുടയട്ടെ. ഉടവല മൺകുട മുടഞ്ഞ തീ കത്തും കേട്ടോ. ഈ കുടത്തിന്റെ അകത്ത് പന്തം ഇരിക്കുന്നത്. കുട മുടഞ്ഞ തീ കത്തുമ്പോ കൃപ വ്യാപരിക്കും. ഉടവലകത്തിൽ നീ ആർപ്പിടുമ്പോ തീ കത്തുമ്പോ നീ ആർപ്പിടും. ആർപ്പിൽ ചെതറുമെന്ന്. ഇന്ന് രാത്രി ചിതറുന്ന രാത്രിയാ. നിനക്കെതിരെ തലമുറയ്ക്കെതിരെ സ്വസ്ഥത കെടുത്തുന്ന അടകടപല മണ്ണിനോട് നന്മയോട് ആരാധനയോട് ആരോഗ്യത്തോട് പോരാടുന്ന ചില പോരുകളാ ഇന്നത്തെ ആരാധനയൊന്ന് തകരേഷ്. 4 മേഖലകളിൽ നിന്ന് ഈ രാത്രി 4 മേഖലകളും അഴിച്ച് നിന്നെ വിടിപ്പിപ്പാൻ ദൈവത്തിന് പദ്ധതി. ഇവത്തെ നീയോടെ ശ്രുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടകരാജരമനകത്തുരി വായിച്ചേ. അതിന്റെ 8:9 മുതൽ ഒന്ന് വായിച്ചേ. ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ 7:9 മുതൽ
അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്തത്, ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനും മിദ്യാനെ പാളയം ഇവർക്കും നേരെ ഇറങ്ങിയിരിക്കുക. അമ്മ വെട്ടുകിളി പോലെ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ഓമാർ പാളയം ഇറങ്ങിയിരിക്കുക. അപ്പൊ ഗിദെയോൻ ഇങ്ങനെ പേടിച്ചു നിൽക്കുക. 300 പേരേ ഉള്ളൂ. യഹോവ പറഞ്ഞ് ഈ 300 പേരെ ഇങ്ങോട്ട് ജയം തരാമെന്ന് യഹോവ പറഞ്ഞിരിക്കുക. ഗിദെയോൻ ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടി പാളയത്തിലേക്ക് മിദ്യാന്റെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു. അടുത്തത്, എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും. അതിന്റെ 15 മുതൽ ഒന്ന് വായിച്ചേ. ഇവർ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ബാല്യക്കാർ തമ്മിൽ ഒരുത്തനൊരു സ്വപ്നം കണ്ടത് വിവരിച്ചുകൊണ്ടിരിക്കുക. വായിച്ചാട്ടെ. സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു. ഇസ്രായേലിന്റെ പാളയത്തിൽ മടങ്ങി ചെന്ന്, എഴുന്നേൽപ്പീൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്തത്, അനന്തരം അവൻ 300 പേരെ 3 കൂട്ടമായി എന്ന് പറഞ്ഞ ഇവര് ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞ അതിന്റെ 19 മുതൽ ഒന്ന് വായിച്ചേ. മധ്യാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽമാരെ നിർത്തിയ ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളമൂതി. അടുത്തത്, കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. അടുത്തത്, അവര് ഗിദെയോനും യഹോവയ്ക്കും വേണ്ടി വാളെന്ന് പറഞ്ഞ ആർക്കാൻ തുടങ്ങി. ഗിദെയോനും യഹോവയ്ക്കും വേണ്ടി, ഗിദെയോന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് പറഞ്ഞാൽ മതി. റിബനകത്ത് ഗിദെയോനും ഉടബലരമന റിബനകത്ത് നിന്റെ പേര് പറഞ്ഞ റീബാനകത്ത് രാജ വാള് യഹോവയ്ക്കും എനിക്കും വേണ്ടി വാളെന്ന് പറഞ്ഞ ആർത്തപ്പോ പാളയത്തിൽ മിദ്യാൻ തമ്മിൽ അടിച്ച് അവരുടെ വാള് തമ്മിൽ അടിച്ച് അടകരമൻ അവരെ ചിതറിച്ച് ദൈവം ഉടബല ഓടിച്ചെന്നാ ബൈബിളിൽ പറയുന്നത്. എന്ന് പറഞ്ഞ ഇന്ന് രാത്രി നീ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് റിബനകത്ത് ആർപ്പിടാൻ തയ്യാറായ നിനക്കെതിരെ നിൽക്കുന്ന ചെറുതിനെ ചിതറിച്ച് ഉടബല റിബനകത്ത് ഇന്ന് രാത്രി സ്വസ്ഥത വരുത്തുന്ന ദൈവകൃപ നീ അനുഭവിക്കും. റീബാനകത്തുര രോഗമിട്ടുകൊണ്ട് കടഭാരത്തിന്റെ കെട്ടിട്ടുകൊണ്ട് ദേശത്ത് നിന്നയാക്കി വാടകോടി അമ്മ കടത്തിലും കടിയിലും അകപ്പെട്ട് വലിയ ബാധ്യതകൾ നിന്റെ തലയെ വെച്ച് റിബനകത്ത് കുഞ്ഞുങ്ങളുടെ വഴിയടച്ച് ചിലത് ചോദ്യചിഹ്നമായി നിർത്തുമ്പോ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക, ഓ രാജരീന റബനകത്തുരാജ ഭവടി അടകരമന റിബനകത്തുരി. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, മൺകുടമുടയട്ടെ, അമ്മ ഉടബലകളെ പന്തം കത്തിക്കട്ടെ, കാകളമൂതട്ടെ, നിനക്കെതിരെ ഇറങ്ങിയ ചില അന്ധകാര ശക്തികൾ ഉടബല ഭവനത്തില്, ജോലിയില്, നിന്റെ നന്മയില്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെതിരെ, ബന്ധമിത്രാദികൾ നിനക്കെതിരെ ചില സ്പിരിറ്റുകളെ ഇന്ന് രാത്രി ചിതറിച്ച് ഉടബല ഭവടി രമന റിബനരസിയാണ് ഭവനി രാജ രമനകത്തുരി രാജാ റീഖാ റീബാ റമനെ ഉടബല റീബല ബലബല ബമ്പൽ പൗഡി രമന ഘടകരകത്തരി. ഈ രാത്രി ദൈവകൃപ കത്തട്ടെ. ആത്മാവിൽ ആരാധിക്കുക. ഉടബല ബലബല റിബനകത്തരി. നിനക്കെതിരെ പാളയമന ഇരുട്ടുകൾ ഇന്ന് രാത്രി തകരുന്ന രാത്രിയാ. ഉടബലബ റിബനബ ഉടബലബേ റബലബേ റബനബേ അടകരമന റിബനകത്തരി. നിന്നെ പാർപ്പിടത്തിൽ പാർപ്പിക്കില്ലെന്ന്, നന്മയെ അനുഭവിപ്പിക്കില്ലെന്ന്, ആരാധനയ്ക്ക് വിടില്ലെന്ന്, നാളെ രോഗമിട്ടുകൊണ്ട് വെല്ലുവിളിക്കുന്ന അമ റിബനക ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഒരറ്റം വരെ കത്തട്ടെ. കാട്ടു നീ കത്തി പടരുന്നത് പോലെ ഒരു വ്യക്തി അടുത്ത വ്യക്തിയിലേക്ക് തീ കത്തുന്നത് പോലെ ഉടബലബല റിബനകത്തു രാജ ഭവടി ഇന്ന് രാത്രി കൃപ പകരുന്ന രാത്രിയാ. ഞാൻ കാണുക ഒരു തീ ഇന്ന് രാത്രി സഭകൾ പൗലോസ് തീ കത്തിയപ്പോ അണലിയുടെ പണി തീർന്നത് പോലെ ഉടബലബലബനരസിയാണ് ഈ രാത്രി ദൈവകൃപ വ്യാപരിക്കുക. അടകരബല റബനബലബ റമ്പൽ പവിടി റീബലബലബേ ശുഡബലബലബേ ഉടബലബലബേ ഉടബലരീബേ റീബാബാബാബാബ റീഖാറാബാന അടകരമന റിബനകത്തു രാജ പവിടി. ഇവത്തെ നീയോടെ സ്തുതിക്കുന്നു. അങ്ങനെ മിഥ്യാൻ ഒതുങ്ങി. ഇവത്തെ നീയോടെ സ്തുതിക്കുന്നു. നമ്മുടെ വായിച്ച കുറുവാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോ അമ്മ റിബനകത്തു രാജ ഓരോരുത്തരുടെ വാള് അമ്മ ഓരോരുത്തരിലേക്ക് പതിഞ്ഞവർ തമ്മിൽ ഏറ്റുമുട്ടി ചിതറിച്ചു ദൈവം അവരെ. 8:28 വായിക്കുമ്പോ വായിച്ചേ. എന്നാൽ മിഥ്യാൻ തലപൊക്കാതെ വണ്ണം. മക്കളെ 6:1 വായിക്കുമ്പോ 7 വർഷം
ഇസ്രായേലിന്റെ സ്വസ്ഥത കെടുത്തിയവൻ അവൻ തല പൊക്കാതവൻ. ഒരുത്തന്റെ മേൽ അഭിഷേകം വ്യാപരിച്ചപ്പോ അതിന്റെ പകർച്ച ജനത്തിന്റെ മേൽ വ്യാപരിച്ചു. മക്കളെ, അഭിഷേകമുണ്ടെങ്കിൽ നിനക്കെതിരെ പൊങ്ങിയ ചിലത് മുട്ടുകുത്തോ, നിന്നെ തകർത്ത ചിലത് മുട്ടുകുത്തോ, നിന്നെ ഉടബലകെട്ട റബനകത്തിൽ നിന്നിച്ച ചിലത് മുട്ടുകുത്തോ, നിന്നെ ഇല്ലായ്മ ചെയ്ത ചിലത് മുട്ടുകുത്തോ, നിന്റെ കുടുംബജീവിതത്തെ തകർത്ത ചിലത് മുട്ടുകുത്തോ. ഓ, the power anointing, take the anointing, take oh rakababa nara, take the Holy Spirit, take the power, udabala balabala 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 ribala balabala നിന്നെ ശൂന്യത ചെയ്ത, നിന്നെ ഇല്ലായ്മ ചെയ്ത, നിന്റെ മൂല്യതകൾ ചോർത്തിയ ഇരുട്ടിന്റെ വ്യാപാരങ്ങള് ഇന്ന് രാത്രി ആത്മാവ് തകർക്കുന്ന രാത്രിയാ. രാജ 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 തലമുറയെ നിനക്കെതിരെ നിർത്തി തലമുറകളെ ബന്ധിച്ച് കടഭാരത്തിന്റെ കെട്ടുകൊണ്ടിട്ട് അനുഭവിക്കേണ്ട നന്മകളെ ഒരുക്കിക്കളഞ്ഞ് നീ അനുഭവിക്കേണ്ടതാ ചിലത് കൈവശം വെച്ചിരിക്കുക. ഇന്ന് രാത്രി കെട്ടഴിയുന്ന രാത്രിയാ. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന ചിലരുടെ കരത്തിലിരിക്കുന്ന ചിലതെന്ന് രാത്രി നന്മ എന്നോട് ദൈവം അവരെ ചിലത് റിലീസ് ചെയ്യുന്ന രാത്രിയാ. നീ അനുഭവിക്കുന്ന നന്മ ചിലരുടെ കരത്തിലാ. ഇന്ന് രാത്രി ചിലത് റിലീസ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഞമെടുത്ത് പ്രാർത്ഥിക്കുക. മറത്തുനി മമ്പൽമാന മധ്വച്ചൂടോ കടകം റവന ചുടവേ അടകേ റസി രാജ തീ കത്തി വ്യാപരിക്കുക. ഒരറ്റം ഒരറ്റം വരെ ഇന്ന് രാത്രി നിനക്കെതിരെ പാളയമറയ. വർഷങ്ങളായി നിന്റെ നന്മയെ ചോർത്തുന്ന, സമാധാനത്തെ കെടുത്തുന്ന, വീട്ടിൽ സന്തോഷത്തോടെ പാർപ്പിക്കാതെ വണ്ണം ഉടബല ഇറങ്ങിപ്പോണമെന്ന് ഉടബല വീട് വിട്ട് ഓടിക്കുന്ന ചില ശക്തികളെ ഇന്ന് രാത്രി പകരേ. ഓ രാജ 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 രാജപ്പൗടിരവനകടകരകത്തുരി. ദൈവത്തിന് സ്തോത്രം. 8:28 വന്നപ്പോ ഞാൻ മിഥ്യാൻ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് എന്ത് ചെയ്തു? ഒരുത്തന്റെ മേൽ അഭിഷേകം വന്നപ്പോ ആ ശക്തിയെ ദൈവം അങ്ങ് തകർത്തു. ഉടബലകട റവനകത്തുരി. ഞാൻ പറയാ, സ്വസ്ഥതക്കേട് 7 വർഷമാ, പക്ഷേ സ്വസ്ഥത കിട്ടിയത് 40 വർഷമാണ്. ഇന്ന് രാത്രി എത്ര വർഷം നീ സ്വസ്ഥതക്കേട് അനുഭവിച്ചോ അതിന്റെ ഡബിൾ മടങ്ങ്, ഉടബലയുടെ റബന 4 മടങ്ങ് റീബാന കത്തുരാജം പവിടമന കത്തുരി നിന്റെ ഭവനത്തിലേക്ക് ഒരു സ്വസ്ഥത ഇന്ന് രാത്രി ദൈവം തരും. എത്ര വർഷം നിന്റെ നന്മ നീ കഷ്ടതയിലായോ, എത്ര വർഷം നീ ദുരിതത്തിൽ പോയോ, എത്ര 10 വർഷം ശത്രു നിന്നെ വരച്ചോ, അതിന് തക്കവണ്ണ ഒരു നല്ല കാലം, അതിന് തക്കവണ്ണ ഒരു സ്വസ്ഥത കാലം, അതിന് തക്കവണ്ണ ഒരു അഭിഷേകത്തിന്റെ കാലം, അതിന് തക്കവണ്ണ ഒരു വിളവിന്റെ കാലം ഇന്ന് രാത്രി ദൈവാദ നിങ്ങൾ എത്ര നാൾ നീ കഷ്ടത അനുഭവിച്ചോ, തലമുറ നിമിത്ത കഷ്ടത അനുഭവിച്ചോ, കുടുംബജീവിതത്തിൽ കഷ്ടത അനുഭവിച്ചോ, കുടുംബ ജോലി കഷ്ടത അനുഭവിച്ചോ, സഹോദരങ്ങൾ നിമിത്ത കഷ്ടത അനുഭവിച്ചോ, കുടുംബജീവിതത്തിൽ അതിലൊക്കെ ഒരു സ്വസ്ഥത ഇന്ന് രാത്രി യഹോവ നിനക്ക് വേണ്ടി കൽപ്പിക്കുന്ന രാത്രിയാ. രാജ 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 രാജ. എന്നാൽ മിഥ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോന്നു. ഗിദെയോന്റെ കാലത്ത് ദേശത്ത് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഒരുത്തന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം ഉടമരുടെ ദേശത്ത് സ്വസ്ഥത കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നിന്റെ ഭവനത്തെ സ്വസ്ഥത കൊണ്ടുവരും. നിന്റെ ബന്ധത്തെ പകരാൻ തുടങ്ങും. തലമുറയിലേക്ക് പകരും, ജീവിത പങ്കാളിയിലേക്ക് പകരും, സഹോദരങ്ങളിലേക്ക് പകരും. ഇന്ന് രാത്രി ആത്മാവിന്റെ ഒരു ഇമ്പാർട്ടേഷൻ ഇന്ന് രാത്രി ഗിദെയോന്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തെ ദേശത്ത് സ്വസ്ഥത വന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഭവനത്തെ സ്വസ്ഥത കൊണ്ടുവരും. അലമുടമേ സ്വസ്ഥത കൊണ്ടുവരും. ഉടനെ കുടുംബജീവിതത്തെ സ്വസ്ഥത കൊണ്ടുവരും, ജോലി സ്വസ്ഥത കൊണ്ടുവരും. ഈ രാത്രി ആ ദൈവകൃപ വ്യാപരിക്കുന്ന രാത്രിയാ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. രാജറീന രമനകത്വ രാജം പൗഡിരമന അടകരീബല ബലബല ബമ്പൽ പൗഡീരിമന റസീ രാജ രാജരാജ രാജറീന രമനകത്വ രാജം പൗഡി. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഓ റിഖാറ ബാബാ ബാബാ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. 4 മേഖലകളിൽ ശത്രു കയറി അറ്റാക്ക് ചെയ്ത മേഖല വായിച്ചു. 1, റവനകത്തെ ഭവനത്തിനെതിരെ പാർപ്പിടത്തിൽ സ്വസ്ഥതയോടെ പാർപ്പിക്കില്ല. തലമുറ പറയുന്ന ചില വാക്കുകൾ നിന്നെ മുറിവേൽപ്പിക്കുക.
വീടിൻ്റെ അകത്ത് ചെന്ന് കയറുമ്പോൾ യുദ്ധമാ. വീടിൻ്റെ അകത്ത് പാർപ്പിക്കലെന്ന് വെല്ലുവിളിക്കുന്ന പോര്. വീടിൻ്റെ അകത്ത് ചെന്ന് കയറുമ്പോൾ അടകനോട് ഫൈറ്റ് ചെയ്യുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം. രണ്ടാമത്തെ കാര്യം, നിന്റെ നന്മയ്ക്കെതിരെ. ജോലി ചെയ്യുന്നെങ്കിലും കൂലിയില്ല. ദൈവാത്മാ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അനുഭവിക്കാൻ ഭാഗ്യമില്ല. അടുത്ത് വരുന്നത് തട്ടിക്കളയുക. നീ ഒത്തിരി പഠിച്ചതാ, ഒത്തിരി ദൈവാത്മാ പറയുക കഷ്ടതയോടെ നീ പഠിച്ചു വന്ന, പക്ഷെ ഒരു നന്മ കാണിക്കലെന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ പോര്. ഉടബലരമന റിബനകത്തൊരു മൂന്നാമത്തെ മേഖല, ആരാധനയ്ക്കെതിരെ. റിബനകത്തൊരു ആരാധനയ്ക്ക് വിടിയല്ല, ഇവിടെ ആരാധനയെ തടയുന്ന ഉടബലകളുടെ റിബനകത്തൊരാജ. ആരാധിക്കുമ്പോൾ ആ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്, ആരാധന ദൈവത്തിന്റെ തേജസ് ഇറങ്ങും, ആരാധിക്കുമ്പോൾ ആ ദേശത്ത് കെട്ടുപൊട്ടുന്നത്, ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടും. നാലാമത്തെ മേഖല രോഗിയാക്കുന്ന മേഖലയാ. ഈ 4 മേഖലകളും ഇന്ന് രാത്രി പൊട്ടുന്ന രാത്രിയാ. ഈ രാത്രി ദൈവകൃപ വ്യാപരിക്കട്ടെ, ഈ രാത്രി ദൈവകൃപ വ്യാപരിക്കട്ടെ. ഉടബല ബല 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 ബമ്പൽ ഭവിഡിരമനരസ്യാന അടകരാജ രമനകത്തുരി ഉടബല ബല ബല ഭവിഡിരമന റിവനകത്തുരാജം ഭവിടി ഉടബല ബലവേ ഉടബല ബലവേ ഉടബല റീബേ റീബല ബലവേ റീബാ ബാബ റീഖാമാമ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് പോലെ ഇന്ന് രാത്രി ആത്മാവിന്റെ തേജസ് ഇറങ്ങുക. ആത്മാവിന്റെ ഒരു പകർച്ച. ആ ബലത്തോടെ, ഈ ബലത്തോടെ ഈ ആരാധന കഴിഞ്ഞ്, ഈ ബലത്തോടെ നിന്റെ മേലൊരു പുതിയ ബലം. ഓ ഫറർ ഫറർ ഫറർ, ഒരു പുതിയ ബലം ദൈവം ഇന്ന് രാത്രി പകരുന്ന രാത്രിയാ. ഉടബലമന റിബനകത്തു രാജം ഭവിഡിരമനകത്തുരി അടകരബല റിബനകത്തു രാജം ഭവിടി ഉടബല ബലബല ബലബല ബമ്പൽ ഭവിഡിരമനകത്തു രാജം ഭവിടി. ഇന്നു കണ്ട മിശ്രീമനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമീനി വരുകയില്ല. ഇന്നു കണ്ട മിശ്രീമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമീനി വരികയില്ല. ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല, ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല. എന്റെ കാലുകൾ ഇടറുകില്ല, എന്റെ കാലു ഇടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ഓ രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ഓ ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേക്കയില്ല. ഓ ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേക്കയില്ല. ഇന്നു കണ്ട മിശ്രീമേനെ കാണുകയില്ല, ആമേ ഇന്നു വന്ന കഷ്ടമീനി വരികയില്ല. ഓ ഇന്നു കണ്ട മിശ്രീമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമീനി വരികയില്ല. ഓ ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല, ഓ ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല. എന്റെ കാലുകൾ ഇടറുകില്ല, എന്റെ കാലുകൾ ഇടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴി നടത്തോ, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ഓ ചെങ്കടൽ പിളർന്നു വഴി നടത്തോ, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ഓ എരിഹോ നിന്റെ മുമ്പിൽ ഇഴഞ്ഞു വീണോ, യേശുവിനാരാധിച്ചാട്ടെ. എരിഹോ നിന്റെ മുമ്പിൽ ദൈവസാന്നിധ്യം രാത്രി ശക്തമായി. ഓ ഇന്നു കണ്ട മിശ്രീമേനെ ഇന്നു കണ്ട Holy Spirit,
റീനേ റീബേ റമനേ ചുടബേ ഉടബല ബല ബല ഭവടി രമന റിബനകത്തു ദൈവകൃപ വ്യാപരിക്കട്ടെ. അടകരമന റിബനകത്തു രാജം ഭവടി ഉടബല ബല 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 ബമ്പൽ ഭവടി രമനെ അടകരാജ ഭവടി രമന ഘടക ഉടബല ബല 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 റീബല ബല ബല ചുടബല റീബലബേ ഉടബല ബല ബല ദൈവശക്തി വ്യാപരിക്കട്ടെ. അടകരാജ ഭവടി രമന ഉടബല ബല 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 റമ്പൽ ഭവടി രമന ഘടകരകത്തുരി അടകരമന റിബനകത്തു രാജം ഭവടി രാജ 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 രാജറീന ഓ റാ പാ 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 ന റാ തുനിയ ഉടബേ രമനെ റസി രാജ ഭവടി ഉടബല ബല 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 റീബാ ബാ 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 ഉടബന മന മന ബല ബല ചുടബല രമന റസിയാന രാജ രാജ റീബാ ബാ 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 ഓ ദ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഉടബല രമന റിബനകത്തു രാജം ഭവടി രമന ഉടബ ബാ 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 നമാന റീബ രമന റമ്പൽ ഭവടി രമന ഉടബരിമിനി അടകരമന റിബനകത്തുരി അമ്മാമനെ വലിയ പകർച്ച ഇന്ന് രാത്രി അമ്മാമനെ പകർച്ച ടേക്ക് ദ anointing take the ഉറ കാ പാ 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 ന റാ തുനി ഉടബല ബല 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 ദൈവശക്തി ഇന്ന് രാത്രി റീ പാ 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 ഓ റാ പാ 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 ന റാ തുനിയോ അടകര ബല റിബന റസിയാന ഭവനി രാജ 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 റീബ റീബേ രമനേ റസി രാജ ഭവടി രമന റിബനകത്തുരി അടകര ബല റിബന റസിയാന മാറാതൂന ഖമ്മന ഉടബല ബല ബല ഭമ്പൽ ഭവടി അടകര റീബല ബലബേ ചുടബേ രമനേ റസി രാജ പവർ റീ പാ 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 ദൈവശക്തി ഹമി ഇന്ന് രാത്രി അടകര ആത്മാവിന്റെ ഇംപാർട്ടേഷൻ ഉടബ രമന റിബനി അടകര ബല റിബന റസിയാന ഓ ദ ഹോളി സ്പിരിറ്റ് ഹോളി 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 റീ പാ 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 ചില മേഖലകളിൽ ഇന്ന് രാത്രി അഴിയുന്ന ദൈവമാമനെ കാണിക്കുക. ചില മേഖലകളിൽ ഇന്ന് രാത്രി അഴിയുന്ന പകല രാത്രി ഓ രാജ രാജ റീ ബാ 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 റീ ഖാ രമന ഉടബല ബല ബല പമ്പൽ ഭവടി രമനകത്തുരി അടകരാജ ഭവടി രമനകത്തുരി റീ ബാ 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 റീ ഖാ റാ ബാ 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 ഉടബല ബല 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 പമ്പൽ ഭവടി രമനരസിയാന രാജ 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 ഭവടി അടകരമന റിമനകത്തു രാജം ഭവടി രമന ഉടബല ബല ബല റിമനകത്തുരി ദൈവസ്കൃപ വ്യാപരിക്കട്ടെ. രാജ 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 റീബ രാജ റീ ഖാ റീന ഉടബല ബല ബല ഭവടി രമനരസി അടകരാജ ഭവടി രമനകത്തുരി അൽക്കമന ഭവടി രമനകത്തുരി ഉടബല ബല 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 റീബല ബലബേ റിബനേ ചുടബേ ഉടബേ ഉടബേ രമനേ റസി രാജ 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 ഉടബല ബല 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 റീ പാ 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 ന റാ തുനിയോ റോഖോ മേനെ ഉടബല ബല 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 റീബല ബല ബല അലബല റിഖാ ബാ ബാ ഉടറാ ബാ 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 പുതിയ നിറവ് വ്യാപരിക്കട്ടെ. ഉടബല ബല 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 ഉടത്തുവാ പുറകോട്ട് വലിക്കുന്ന ചില പോരുകൾ ഇന്ന് രാത്രി രാജ മാന റിഖാ റിയ മാറാ തൂന മാന റേ തൂനിയ റബാന ഖമ്മന അടകര ബല റിബന ബല ബ ഉട പവർ ഉടമന മന മന റിബനകത്തു രാജ ഭവടി രമനകത്തുരി അടകരമന റിബനകത്തു രാജ ഭവടി രമന ഉടബല ബല 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 ബമ്പൽ ഭവടി രമന റിബനകത്തുരി അടകരാജ രാജ റീ ഖറീന റീ ബറബന ഉടബല ബല ബല റിബനകത്തു be filled with the Holy Spirit be filled with the Holy Spirit be filled with ഉടബല ബല 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 ആത്മാവിന്റെ തീ ആത്മാവിന്റെ വലിയ പകർച്ച വ്യാപരിക്കട്ടെ. take the anointing take the power take the power ഉടബല ബല ബല റിബനകത്തുരി power anointing രാജ 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 റീ ഖറമന റസിയാന അടകരമന റിബനകത്തു രാജം ഭവടി. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയുക യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലുണ്ട് കൊടുങ്കാറ്റിലുണ്ട്. ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും വന്നാലും അതിന് നടുവിൽ നിനക്കും കുടുംബത്തിനും വേണ്ടിയുള്ള വഴി ദൈവം ഒരുക്കി തരും. അവൻ്റെ ആത്മാവിനോട് പറയുന്നു രാജരമന റിബനകത്തുരി ഞരങ്ങിയ ചില സമയങ്ങളൊക്കെ ഉണ്ട്. തലമുറയോർത്ത് ഒത്തിരി ഭാരപ്പെട്ട ചില സമയങ്ങൾ അവൻ ദൈവത്തിൻ്റെ ആത്മാ ചില മുഖങ്ങളെ ഓടിച്ച് വിടിവിച്ചത് ദൈവകൃപയുടെ കരമെന്ന് ദൈവാത്മാവ് ഇടപെടുക. പരിശുദ്ധാത്മാവ് പറയുക എല്ലാത്തിനും ഒരു സമയമുണ്ട്. നീ പ്രാർത്ഥിച്ചോ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. അടകരമന റിബന എൻ്റെ ആത്മാവിൻ്റെ പകർച്ച ഞാൻ നിന്റെ മേൽ പകരും. ഞാനിത് രാത്രി ഈ ദൂത് പറയുമ്പോൾ ദാസനെ ഞാനിങ്ങനെ കാണുന്ന ഒരു കാഴ്ച ഒരു ദൂതൻ ഉടനെ നിന്റെ ശിരസിലേക്ക് ഒരു പകർച്ച അയക്കുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിക്കുക. ആ പകർച്ചയിലൂടെ നീ പുറത്തു വരും. ഞാൻ നിന്റെ വായോടും നാവോടും കൂടി ഇരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവാത്മാവ് വിളി അതിനൊന്നുമല്ല. വിളി എൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാനെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. തുടങ്ങിയ ചിലതൊക്കെ മുടക്കുക. ശത്രു പിന്നിൽ പൊരുതിയ മണ്ഡലമുണ്ടെങ്കിൽ ഈ രാത്രി പുതിയ തുടക്കം തരുന്നവൻ കൂടെയുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. പ്രാർത്ഥിച്ചോ ദൈവാത്മാവ് പറയുന്നു ഒത്തിരി യുദ്ധങ്ങളിലൂടെ ഭവനം കടന്നുപോയി. അതിനെ നടുവിലൊക്കെ നിർത്തിയത് കർത്താവിന്റെ കൃപയുടെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. നിന്റെ തലമുറയെ ദുഷ്ടൻ ദൃഷ്ടി വെച്ചപ്പോൾ ആ ദൃഷ്ടിയെ വെട്ടി വിടിവിച്ചത് ദൈവകൃപയുടെ കരമെന്ന് ദൈവാത്മാവ് ഇടപെടുക. ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു അമ ഉടബാ റമനാറസി അടകപ്രൗഢ റമനകത്തൊരി അമ റമനറസിയാന ഭവനി. സങ്കീർത്തനം 46:9 യഹോവ എഴുന്നേറ്റ്
എഴുന്നേറ്റ് നിനക്കും കുടുംബത്തിനും തലമുറയ്ക്കുമെതിരെയുള്ള ചില യുദ്ധങ്ങൾ നിർത്തൽ ചെയ്ത് രഥങ്ങളെ തീരിട്ട് കുന്തങ്ങളെ ഒടിച്ച് വിടുതലയക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുക. കരുണയുള്ളവനോട് ഞാൻ കരുണയുള്ളവനാ, ദയാലുവോട് ഞാൻ ദയാലുവാ, മനസ്സലിവുള്ളവനോട് ഞാൻ മനസ്സലിവുള്ളവനായിരിക്കുന്ന പോലെ ഞാൻ നിന്നോടും തലമുറയോടും മനസ്സലിവുള്ള ദൈവമെന്ന് ദൈവാത്മാവ് ഇടപെടുക. അവനോട് പറയുന്നു, കൂട്ടുകാരിൽ പരമായി പോരാ, കൂടപ്പിറപ്പുകളെക്കാളുപരി ഞാൻ നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ദൈവമാ. മറ്റുള്ളവരെ നീ ബലപ്പെടുത്തുമ്പോഴോ നിന്റെ ചില വിഷയം ചോദ്യചിഹ്നമായി ദൈവസന്നിധി ഇന്നലകളിൽ നിന്ന മണ്ഡലമുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുക. അവിടെ ചില ശൂലങ്ങളെ ഒടിച്ചിട്ട് ഇതുവരെ നടത്തിയ ദൈവമാ ഞാൻ. അനർത്ഥദൂതം നിന്റെ വീട്ടിൽ വന്നതാ. ചില ഭാരങ്ങളും സങ്കടങ്ങൾ പുറം ലോകം അറിയാതെ നിന്റെ വീടിന്റെ അകത്ത് ഞാൻ പരിഹരിച്ച ദൈവമെന്ന് ദൈവാത്മാവ് ഇടപെടുക. അത് ഞാൻ കൂടെയുള്ളത് കൊണ്ടാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, റീബാനകത്തൊരു ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ കയറി ഓടിയ ഏലിയാവിനെ പോലെ ദൈവത്തെ പൊരുതുന്ന ശത്രുവിന്റെ മുമ്പിൽ എന്നെ കുടുംബത്തെ ദൈവം കൊണ്ടുവരും. ഒരു മിനിസ്ട്രി ഉണ്ട്, അതിലേക്ക് കൈപിടിച്ച് ദൈവം കൊണ്ടുവരുമെന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുക. എവിടെന്നാ തുടങ്ങിയത്? ദൈവമല്ലയോ അടകരമന റിമനകത്ത് രാജൻ പവിടി ചിലടത്തുനിന്ന് പറിച്ചു മാറ്റി അടുത്ത് കൊണ്ടുവന്ന് അടുത്തത് തുറന്ന ദൈവം ഇന്ന് രാത്രി ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുക. അവന്റെ ആത്മാ പറയുന്നു, രാജാമാന റമ്പൽ മവനി നീ യഹോവയ്ക്ക് മാന്യന, ദൈവം നിന്റെ ബലമെന്ന് ദൈവാത്മാവ് ഇടപെടുക. അടകരമന റിമനകത്തിൽ നീ എനിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും. നീ പ്രാർത്ഥിച്ചോ, ദൈവാത്മാവ് പറയുക, വലുതും സഫലമായ ചില വഴികൾ യഹോവ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. പഠനവുമായി ബന്ധപ്പെട്ട ചില വഴികൾ ദൈവം തുറക്കും. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ദൈവം അത് തുറന്നിട്ടിരിക്കുക. ഈ രാത്രി അവൻ കൽപ്പിച്ചിട്ടുണ്ട്, കല്ലുരുട്ടി മാറ്റുമെന്ന് അവൻ കൽപ്പിച്ചിട്ടുണ്ട്. കല്ലുരുട്ടി മാറ്റി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലത് തുറന്ന് കുഞ്ഞുങ്ങൾ പഠനത്തിന് ചില മേഖല ഓപ്പൺ ആക്കുമെന്ന് ഈ രാത്രി സ്വർഗം ദൂത് വിളിച്ചു പറയുകയാണ്. കരങ്ങളെ യുവത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അടകരമന റിമനകത്തിരി അങ്ങനെ ഗിദെയോന്റെ കാലത്ത്, അഭിഷേകമുള്ളവന്റെ കാലത്ത്, അതാ മക്കളെ ദൈവകൃപയാ നിറയപ്പെടാൻ പറഞ്ഞ്. ദൈവകൃപ വ്യാപരിക്കുമ്പോൾ സ്വസ്ഥത വരും. ദൈവകൃപ വ്യാപരിക്കുമ്പോൾ തലപൊക്കിയ ചിലത് കീഴടക്കും. നിനക്കെതിരെ തലപൊക്കിയ ചിലത്, നിന്റെ കുടുംബത്തിനെതിരെ ശുശ്രൂഷയ്ക്കെതിരെ തലപൊക്കിയ ചിലത് അഭിഷേകത്താൽ ഒതുങ്ങും. സ്വോത്രം. ചിലതിനെ ഒന്നും വാക്കുകളിൽ ഒതുക്കാൻ പറ്റിയല്ല. ചിലതിനെ ഉടബല ഒതുക്കണമെങ്കിൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നിനക്കെതിരെ തലപൊക്കിയ ചിലത്, ഉടബല നിന്റെ കുടുംബജീവിതത്തിനെതിരെ തലപൊക്കിയ ചിലത്, അപവാദം പറഞ്ഞ് തലപൊക്കിയ ചിലത്, ചുത്രം പറഞ്ഞ് തലപൊക്കിയ ചിലത്, ഉടബല നീ അഭിഷേകത്തിൽ നിൽക്കുന്ന കാലത്ത് നിന്റെ മുമ്പിൽ ഒതുങ്ങുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ഈ രാത്രി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഞാൻ പ്രാർത്ഥിക്കാം. സൂക്ഷിപ്പാൻ അവസരം തന്ന ശ്രേഷ്ഠ അഭിഷിക്തന്മാരോടും ദൈവസഭയോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ആകയാൽ ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേ. ഇവിടെ കടന്നു വന്ന് സൂക്ഷിക്കുന്നത് ഒരു അഭിമാനമാണ്, ആമേ, അനുഗ്രഹമാണ്, എൻ്റെ ജീവിതത്തിലൊരു സന്തോഷമാണ്. കടന്നു വന്ന് ഒരിക്കൽ കൂടി വേദി തന്ന അഭിഷിക്തന്മാരും സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേ. കേൾക്കപ്പെട്ട വചനത്തിനുമേ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഗിദെയോന്റെ കാലത്ത് തലപൊക്കി നിന്നത് തലകുനിച്ചെങ്കിൽ, കീഴടങ്ങാത്തത് കീഴടങ്ങിയെങ്കിൽ, സ്തോത്ര ഹല്ലേലൂയ. അവരുടെ ഇടയിൽ നീണ്ട 40 വർഷം സ്വസ്ഥത വന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കാം, തലകുനിക്കേണ്ട ചിലത് തലകുനിക്കാൻ പോകുകയാണ്. കീഴടങ്ങാത്തത് കീഴടങ്ങിയിരിക്കുകയാണ്. ചില സ്വസ്ഥതകളിലേക്ക് സ്വർഗം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അത് കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, ദൈവസഭയിലേക്ക്, ദേശത്തിലേക്ക്, വാറ്റത്ത വിഷയങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അത് കൈമാറി എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് അധരം ചലിപ്പിച്ച് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഈ രാത്രി ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തിയല്ലോ. പിന്നെ മൂച്ചകളെ ആയുധമാക്കി ദൈവം ഉപയോഗിക്കുവാൻ, കർത്താവിന്റെ ദാസനെ മടക്കിയാത്ത ദൈവം സൂക്ഷിപ്പാൻ, കുടുംബത്തെ, തലമുറകളെ ദൈവം അനുഗ്രഹിപ്പാൻ ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കാം. അങ്ങനെ നാം വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ താമസമെങ്കിൽ നാളെ നടക്കുന്ന മീറ്റിങ്ങിനെയും ദൈവം കരം വെച്ച് അനുഗ്രഹിപ്പാൻ, സൂക്ഷിപ്പാൻ കടന്നു വരുന്ന കർത്താവിന്റെ ദാസ ദൈവ ശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിനായി നാം എല്ലാവരും സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസ പാസ്റ്റർ തോമസ് അവറുകൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും പാസ്റ്റർ കോശി അവറുകൾ ആശീർവാദം പറയുകയും ചെയ്ത് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. സ്തോത്രം. വാസപ്രാർത്ഥനയുടെ 2ാം രാത്രികാലത്തേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, സ്തോത്ര. സഭയുടെ ഉപവാസം എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും സഭയ്ക്കും ദേശത്തിനും വലിയ വിടുതലാക്കി ദൈവം ഇടന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തപ്പോൾ 7 വർഷം മിദ്യാന്യരുടെ കയ്യിൽ അകപ്പെട്ടു പോയി. എങ്കിലും സ്തോത്രം അവർ സ്തോത്രം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ സ്തോത്രം
ഹല്ലേലൂയ. ഗിദെയോനെ എഴുന്നേൽപ്പിച്ച് സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് വലിയ വിജയം നൽകിയതുപോലെ ഈ വാസം ദൈവമേ സഭയ്ക്ക് വലിയ വിടുതലായി. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ, ഇവിടുന്ന് മാറ്റാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഗിദെയോൻ പിന്നെ തലവെക്കാതെ വണ്ണം സ്തോത്രം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിയതുപോലെ ഹല്ലേലൂയ ദേശത്തിൻ്റെ ശത്രുക്കൾ ഹല്ലേലൂയ കീഴടങ്ങുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 40 വർഷം പിന്നെ സ്വസ്ഥത അനുഭവിച്ചതുപോലെ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വലിയ സ്വസ്ഥത സഭയ്ക്ക് കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദാസന്മാരെ ഹല്ലേലൂയോടും ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. സ്തോത്രം. ഭാരത്തോടായിരുന്ന ദൈവജനത്തിന് വേണ്ടി ഹല്ലേലൂയ ദൈവം തൻ്റെ ആലോചന പകർന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, തക്ക സമയത്ത് ഹല്ലേലൂയ അവർക്ക് വിടുതലുകളെ നൽകി അവിടുന്ന് സ്തോത്രം വിടിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ശുശ്രൂഷിച്ച പിന്നെ പൗലോസ് കർത്താവിൻ ദാസനായി സ്തോത്രം. ഹല്ലേലൂയ വിശുദ്ധമായി കടന്നു വരുവാൻ ദൈവം അവിടുന്ന് ഇടാക്കിയല്ലോ. ഹല്ലേലൂയ. പകലും രാത്രിയുമായി ശുശ്രൂഷിപ്പാൻ ശക്തീകരിച്ചല്ലോ. ദാസന്റെ മടക്ക യാത്രയിൽ കൂടെ ഇരിക്കണമേ. തക്ക സമയത്ത് എത്തിച്ചേരുവാൻ ഭവനത്തെയൊക്കെ സൂക്ഷിച്ച് ഹല്ലേലൂയ കൊള്ളണമേ. വിട്ടേച്ച് വന്ന ഭവനത്തെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ സൂക്ഷിക്കുന്ന 2 കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം. കുടുംബമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അടിയനെയും താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ പുത്രന് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളോടും പകലും രാത്രിയിലും നമ്മുടെ മധ്യവചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ 2ാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ, വേഗം വരണമേ. ആമീൻ. ഇന്ന് പകലും രാത്രിയിലും ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന അനുഗ്രഹിത ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസൻ ബിനു പൗലോസ് അവരോടുള്ള നന്ദി തരണത്തിൽ അറിയിക്കുന്നു. നാളെ കർത്താവിൻ്റെ ദാസൻ ബൈജു കുടപ്പനക്കുന്ന് പകലും രാത്രിയിൽ നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ കടന്നു വരയണം. പ്രൈസ് ഗോഡ്.